ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ദൈവഭക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ദൈവത്തോടുള്ള ഭയമാണ്, ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിനോട് തോന്നുന്ന ആരാധനാ മനോഭാവമാണ്. തന്മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ് പ്രായോഗികമായിരിക്കുന്ന ദൈവഭക്തിയുടെ വശം. അതുപോലെ ദൈവഭക്തി നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം വിശ്വാസത്തിൽ ആരംഭിക്കുന്ന നമ്മുടെ യാത്ര വിശ്വാസത്തിൽ പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തോടുള്ള ഭയമാണ്, ദൈവഭക്തിയാണ്. അതിനുശേഷം നമ്മൾ ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചു. 3 കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചു. ദൈവം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു, അവൻ്റെ ആവശ്യങ്ങളെ നൽകി അവനെ പരിപാലിക്കുന്നു, അവൻ്റെ പ്രാണനെ ദൈവം സംരക്ഷിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്കും നമുക്ക് ഇന്ന് കടക്കാം. സങ്കീർത്തനങ്ങൾ 25:12 നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം: യഹോവ ഭക്തനായ പുരുഷന് ദൈവം നൽകുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മളിവിടെ വായിക്കുന്നവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. തൻ്റെ ഭക്തന് ദൈവം നൽകുന്ന ഒരു പ്രൊവിഷൻ, ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളിലാണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകാറ്. ചില തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ തോൽവിക്ക് കാരണമാക്കി തീർക്കാറുണ്ട്. എങ്ങനെ ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ളത് പലപ്പോഴും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിഷയമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം, ഏത് കോളേജിൽ പോകണം, ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വരുന്നു, ഈ വിവാഹം നടക്കണോ നടക്കണ്ടയോ, എന്താണ് ദൈവമേ നിന്റെ ഹിതം. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുപ്പുകളുടെ മുൻപേ നിൽക്കേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വ്യക്തമായ ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പിവട്ടലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നടത്തിപ്പുകൾക്കും അനുഗ്രഹത്തിനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുകയാണ്, ഞാൻ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. അത് ഭക്തന് ദൈവം കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയ നന്മ എന്ന് പറയുന്നത്, നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ ദൈവം നമുക്ക് പ്രത്യേകമായ ആലോചനകളെ നൽകി ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. സങ്കീർത്തനങ്ങൾ 115:11. ദൈവം യഹോവയിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്, ദൈവം അവരുടെ സഹായമാണ്, പരിചയമാണ്. ദൈവം ഒരു ഭക്തന് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സഹായവും എപ്പോഴും അവന് നൽകുന്നു. ഭക്തന് പ്രത്യേകമായിട്ട് ദൈവം അത് മാർക്ക് ചെയ്ത് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ, ദാവീദ് രാജാവ് അഭിഷിക്തനായി തീർന്നുവെങ്കിൽ പോലും ദൈവത്തിൻ്റെ സമയത്തേക്ക് വേണ്ടി കാത്തിരുന്ന വ്യക്തിയാണ്. നമ്മൾ ശരിയായി പഠിക്കുകയാണെങ്കിൽ 10-17 വർഷക്കാലം ഇസ്രായേലിൻ്റെ രാജാവാകുന്നതും താൻ അഭിഷിക്തനാകുന്നതും തമ്മിൽ ഉള്ള ദൂരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാലം മുഴുവനും ദാവീദ് ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. തൻ്റെ കൈകളിൽ ശൗൽ എത്തിപ്പെട്ടിട്ട് പോലും അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ ദാവീദ് തുനിഞ്ഞില്ല. കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. യഹോവയുടെ അഭിഷിക്തൻ്റെ മേലെ കൈ വാങ്ങുവാൻ എനിക്ക് ഇടയാകരുതേ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ അനേക വർഷങ്ങൾ മരുഭൂമിയിലും മറ്റ് പലയിടത്തുമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, തൻ്റെ ഭാഷയെ തന്നെ പറഞ്ഞാൽ ഒരു കാട്ടുകോഴിയെ പോലെ അല്ലെങ്കിൽ ഒരു ചെള്ളിനെ പോലെ ഓടിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഇതിൻ്റെയൊക്കെ മധ്യേ ദാവീദിനെ ദൈവം സംരക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം ഈ കാലയളവ് മുഴുവനും ദാവീദ് അനുഭവിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ നല്ലൊരു പങ്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നെ ഓരോ തവണയും ദൈവം രക്ഷിക്കും, താൻ ഒരു സങ്കീർത്തനം എഴുതും. അങ്ങനെ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെ, തൻ്റെ സഹായത്തെ അനുദിനം അനുഭവിച്ചു വന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഇത് ദാവീദിൻ്റെ മാത്രം കാര്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ ദൈവം ഇങ്ങനെ തന്നെയാണ്
ഇടപെടുന്നത് എന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടെ അപേക്ഷ അഭിയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓരോ പ്രാവശ്യവും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ആവശ്യത്തിന്റെ മധ്യേ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഭയഭക്തി നിമിത്തം ഉത്തരം നൽകപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഭക്തന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ സഹായവും തൻ്റെ കരുണയും നമുക്ക് എപ്പോഴും ലഭ്യമാകുന്നു. ലൂക്കോസ് 1:50. ലൂക്കോസ് 1:50. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയായി ഇരിക്കുന്നു. എത്രയോ നല്ല അനുഗ്രഹമാണ്. തലമുറ മാത്രമല്ല, തലമുറ തലമുറയായും ഇരിക്കുന്നു. ഒരു ഭക്തൻ ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോയാൽ അവനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത അവന്റെ തലമുറ തലമുറകളിലേക്ക് പരക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സത്യമാണ്. ദൈവത്തെ ഭയപ്പെട്ട ഒരു അബ്രഹാം അവന്റെ തലമുറ അടുത്ത തലമുറ വന്നപ്പോൾ ഇസ്ഹാക്കിനോട് പറയുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബ്രഹാമിന്റെ ദൈവമായ ഞാൻ എന്നാണ് പറയുന്നത്. ഇസ്ഹാക്ക് ദൈവത്തെ ഭയപ്പെട്ടു. ഇസ്ഹാക്കിനെ കുറിച്ച് പറയുന്നത് തന്നെ ഇസ്ഹാക്കിന്റെ ഭയമായവനെന്നാണ് ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് തൻ്റെ മകൻ യാക്കോബ് എത്തി. അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു അഡീഷൻ ചേർത്തു: ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമാണ്. യാക്കോബ് ആദ്യം അല്പം വികടബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ പേരിൽ തന്നെ അല്പം കൗശലക്കാരൻ ഉപായി എന്നൊക്കെ ആയിരുന്നു. എന്നാൽ ദൈവം അവനെ ഉടച്ചു വാർത്ത് ഉത്തമനായ ഒരു ഭക്തനാക്കി തീർത്തു. തൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു ഭക്തൻ മരിക്കുന്ന പോലെ അവൻ മരിച്ചു. അത് കഴിഞ്ഞ് അവന്റെ സന്തതി വന്നപ്പോൾ ദൈവം പേര് മാറ്റി പിന്നെയും എങ്ങനെ പറഞ്ഞു? അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് ഞാൻ പറയുന്നതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുക. ദൈവത്തിന് തൻ്റെ ഭക്തന്മാരുടെ പേരിൽ അറിയപ്പെടുന്നതിൽ ഒരു സന്തോഷം ഉണ്ട്. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് അത് ഇഷ്ടമാണ്, തൻ്റെ ഭക്തന്മാരുടെ പേരിൽ അറിയപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മുടെ പേരും ദൈവത്തിൻ്റെ സന്തോഷമായി തീരണമെങ്കിൽ നമ്മൾ ദൈവഭക്തന്മാരായി ജീവിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം പറയും, ഞാൻ ഇന്നാരുടെ ദൈവമാണ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിച്ചത് ഈ 3 പിതാക്കന്മാരുടെ ഭക്തിയോടുകൂടിയ ജീവിത നിമിത്തമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 6ാമത്തെ പോയിന്റ്, ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും അതുപോലെ ബഹുമാനവും നൽകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അവർക്ക് സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകും, ബഹുമാനവും അവർക്ക് ലഭ്യമാകും. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 85:8. ദൈവം തൻ്റെ ഭക്തന്മാരോട് സമാധാനം അരുളും എന്ന് നമ്മൾ കാണുന്നു. അവർ തെറ്റിൽ പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ സമാധാനം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സദൃശവാക്യം 31:30. ഒരു വാക്യം കൂടെ, സങ്കീർത്തനം 132:16. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു: സമാധാനം, സന്തോഷം, പിന്നെ 3ാമത് നമ്മൾ കണ്ടത് പ്രശംസ. ഇത് 3ഉം കൊടുക്കുന്നത് ഭക്തന്മാർക്കാണ്. യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ് പ്രശംസിക്കപ്പെടുന്നത്. യഹോവയുടെ ഭക്തന്മാർക്കാണ് അവൻ ഘോഷം നൽകുന്നത് അഥവാ സന്തോഷം നൽകുന്നത്. അതുപോലെ തൻ്റെ ഭക്തന്മാർക്ക് അവൻ സമാധാനം നൽകുന്നവനാണ്. തത്വത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതം ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത്, ഏറ്റവും സന്തോഷമുള്ളതായിരിക്കുന്നത്, ഏറ്റവും നമ്മൾ ബഹുമാനിക്കപ്പെടുന്നത് ഭക്തന്മാരായിരിക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളിൽ, ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ് കടന്നു പോകാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾക്കൊരു കുറ്റമുണ്ടെങ്കിൽ, ഒരു കുറവുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള ഭക്തി വിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അന്നായിരിക്കും നമ്മുടെ ഏറ്റവും മോശം ദിവസം. മോശം ദിവസം എന്ന് പറയുന്നത് മറ്റാരെങ്കിലും കാണുന്നുകൊണ്ടല്ല, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇങ്ങനെ ഹേമിച്ചു കൊണ്ടിരിക്കും. എനിക്ക് വല്ലാത്ത ദുഃഖമായിരിക്കുമെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. വഴി കൂടെ ഞാൻ കടന്നു പോകുന്നു വണ്ടിയും കൊണ്ട്. അപ്പോൾ ഒരുത്തൻ വന്ന് എന്നെ ഒന്ന് ഇടിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ആ സമയത്ത് അവൻ വളരെ കെയർലെസ് ആയിട്ടാണ് ഡ്രൈവിങ്. ചിലപ്പോൾ ഞാനൊന്ന് കോപിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അല്ലേ, നീ എന്ത് നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യണേ എന്ന് ഞാൻ പറയുകയാണ്. ചിലപ്പോൾ അതിൽ ഇച്ചിരി കഠിനമായി പറഞ്ഞെന്നും ഇരിക്കും. അത് കഴിയുമ്പോൾ
അപ്പോഴത്തെ ആ ചൂടിനൊക്കെ നമ്മളത് പറയും. അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. നീ എന്ത് ദൈവമകനാ? നീ അങ്ങനെ പറയാൻ പാടുണ്ടോ? നീ ക്ഷമ കാണിക്കേണ്ടതല്ലേ? നീ ക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കേണ്ടതല്ലേ? എന്നിങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കും. ഒരിക്കലും നമുക്ക് അതിൽ സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ല. നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല അവിടെ. എന്നാൽ കർത്താവിന്റെ നാമനിമിത്തം നാം അത് ഏറ്റെടുക്കുമ്പോൾ അല്പനേരത്തേക്ക് നമുക്കൊരു പ്രയാസം തോന്നും. എന്നാലും ഞാൻ അവന്റെ മുമ്പിൽ പക്ഷേ അത് കഴിയുമ്പോൾ നമ്മെ സമാധാനമായിരിക്കും ഭരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവമാണ് അവിടെ പ്രതിഫലിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഒരു ദൈവഭക്തൻ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷവും സമാധാനവും ഒരുത്തനും ഈ ലോകത്തിൽ കിട്ടുകയില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ദൈവത്തോട് എപ്പോഴും സിങ്ക്രണൈസ് ആയിട്ടിരിക്കുകയാണ്. സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചിന്തയും എൻ്റെ ചിന്തയും ഒരുപോലെ. അപ്പോൾ എൻ്റെ അകത്ത മനുഷ്യനുണ്ടാകുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത്, പീസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പീസ് അല്ല. അതിനെയാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്ന് വിളിച്ചിരിക്കുന്നത്. അത് ഒരു ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ മനുഷ്യന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവവുമായിട്ട് ഞാൻ നിരപ്പിലിരിക്കുമ്പോഴാണ്, അവനോട് എനിക്ക് കുറ്റമില്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളം അത്യന്തം സന്തോഷിക്കുക. അത് ദൈവഭക്തനുള്ള അനുഗ്രഹമായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്തത് 7ാമത്തെ പോയിന്റ്, മലാഖി 3:16 നമുക്ക് വായിക്കാം. ഭക്തന് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് നാം അവിടെ കാണുന്നു. യഹോവ ഭക്തന്മാരുടെ പ്രവർത്തികളെ, അവരുടെ സംസാരത്തെ നോട്ട് ചെയ്തു വയ്ക്കാൻ ദൈവം ഒരു പ്രത്യേക പുസ്തകം വെച്ചിട്ടുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. ഭക്തന്മാർ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലേ? യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവയ്ക്ക് ശ്രദ്ധ വെച്ച് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം സകലം അറിയുന്നവനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ നടപ്പിനെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേക ഇൻട്രസ്റ്റ് ദൈവത്തിന് ഭക്തന്മാരുടെ സംഭാഷണത്തിനിടയിലുണ്ട്. ഇത് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഒന്ന്, ഭക്തന്മാർ സംസാരിക്കുമ്പോൾ ആ നിലവാരം അവർക്ക് ഉണ്ടായിരിക്കും. അത് ദൈവത്തിന് കേൾക്കുന്നതിനൊരു പ്രശ്നവുമില്ല. ഇനി നമ്മളുടെ സംസാരങ്ങൾ എങ്ങനെയാണ്? നമ്മൾ സംസാരിക്കുന്നത് ദൈവം കേട്ടാൽ ദൈവം അതിൽ പ്രസാദിക്കുമോ? അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഭക്തനായിട്ട് ദൈവത്തിന്റെ മുൻപാകെ ജീവിക്കുന്ന ഒരുത്തൻ അവൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികളെ എഴുതി ദൈവം വെക്കുകയാണ്. സ്മരണ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ഡയറി എഴുതി വെക്കുന്നത് പോലെ ദൈവം എഴുതി വെക്കുകയാണ്. അങ്ങനെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം അങ്ങനെ പ്രവർത്തിച്ചിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാം. ഹാമാൻ മൊർദെഖായി എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ മൊർദെഖായി ചെയ്ത ഒരു പ്രവൃത്തിയെ രാജാവ് തൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. ഞാൻ വിചാരിക്കുക ദൈവവും എഴുതി വെച്ച് കാണും തൻ്റെ പുസ്തകത്തിൽ. രാജാവ് അത് മറന്നുപോയി, അതിന് പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുത്തില്ല. എന്നാൽ ഏറ്റവും ഡിസൈസീവായിട്ടുള്ള ഒരു അവർ വന്നു. മൊർദെഖായിയുടെ ജീവൻ ആപത്തിലായി. മൊർദെഖായി മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരുടെയും ജീവൻ ആപത്തിലായി. അന്ന് യഹോവ തന്റെ സ്മരണ പുസ്തകം എടുത്തു. പറയുന്നത് കേട്ടോ, അന്ന് യഹോവ തന്റെ സ്മരണ പുസ്തകം എടുത്തു. രാജാവിന് അന്ന് ഉറക്കം കൊടുത്തില്ല. അവൻ ഉറങ്ങാതിരുന്നപ്പോൾ അവൻ പറഞ്ഞു, വൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം സാധാരണഗതിയിൽ നമുക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ? എഴുന്നേറ്റിരുന്നു ഒന്നെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ബൈബിള് വായിക്കും, എന്തെങ്കിലും ചെയ്യും നമ്മൾ. വൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. വൃത്താന്ത പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ തൻ്റെ കണ്ണിൽപ്പെട്ടു, മൊർദെഖായി ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? ഇല്ല. വിളിക്ക് ആളെ. തക്ക സമയത്ത് അവിടെ ഹാമാൻ വന്ന് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാ വന്നു നിന്നത്? മൊർദെഖായിനെ തൂക്കിലേറ്റാൻ. പക്ഷേ പിന്നീടുള്ള ഒരു സ്റ്റോറി അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, യഹോവയുടെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം ഉണ്ട്. അത് തക്ക സമയത്ത് ദൈവം തുറന്ന് പ്രവർത്തിക്കുന്നവനാണ്. അത് ഭക്തന് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അത് ഭക്തന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്.
അത് ദൈവം നീതിയോട് കൂടെ പ്രതിഫലം നൽകുവാൻ വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. 8ാമത്തെ പോയിന്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സഭ ഇത് കേൾക്കണം. സങ്കീർത്തനങ്ങൾ 25:14, ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 33:8 കൂടെ വായിക്കാം. ഈ രണ്ട് ഭാഗത്തും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഭക്തന് ദൈവം കൊടുക്കുന്ന മറ്റൊരു പ്രൊവിഷൻ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. തൻ്റെ നിയമത്തെ അവരെ അറിയിക്കും. ഭക്തന്മാർ, അവിടെ ആദ്യം വായിക്കുന്നത് യഹോവയുടെ സഖിത്വം. സഖിത്വം എന്ന് പറഞ്ഞാൽ കൂട്ട് ഭക്തന്മാർക്ക് ഉണ്ടാകും. തൻ്റെ നിയമത്തെ അവരെ അറിയിക്കും. ലേവിയെ കുറിച്ച് പറയാണ്, നിന്റെ ഊറീമും തുമ്മീമും. ഊറീമും തുമ്മീമും എന്താണെന്ന് നമുക്കറിയാം, വെളിപ്പാടും സത്യവും. ദൈവവചനമാണ് അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെയാണ് അത് കാണിക്കുന്നത്. അത് ആരുടെ പക്കലിരിക്കുന്നു? നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിന്റെ ആലോചനകളെ, സ്വർഗീയമായിരിക്കുന്ന പ്രകാശനത്തെ നൽകുന്നത് ഭക്തനായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ പലപ്പോഴും പുതിയ ചിന്തകൾ ലഭിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഭക്തന്മാർ കുറയുന്നത് കൊണ്ടാണ്. ഞാൻ അതിന് ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞു മുന്നോട്ട് പോകാം. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ 3 ദൂതന്മാർ തനിക്ക് പ്രത്യക്ഷരായി. എന്നിട്ട് അതിൽ 2 പേർ സോദോമിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ മറ്റേ ദൂതന്റെ കൂടെ അബ്രഹാം നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ഞാൻ അബ്രഹാമിനോട് ഇതെങ്ങനെ പറയാതിരിക്കുന്നത്? അബ്രഹാമിനോട് ദൈവത്തിന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അബ്രഹാം ഒരു മനുഷ്യനും ദൈവവുമാണ്. എന്നാൽ തൻ്റെ ഭക്തനായ അബ്രഹാമിനോട് ഉള്ള ബന്ധത്തിൽ ദൈവത്തിനൊരു പ്രയാസമുണ്ട്. എന്താണ്? ഞാനിത് പറയാതെ ചെയ്താൽ അത് തൻ്റെ നിയമത്തിന് എതിരാണ്. എന്താണ് തൻ്റെ നിയമം? തൻ്റെ നിയമത്തെ തൻ്റെ ഭക്തന്മാരെ അവൻ അറിയിക്കുന്നു. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാര്യം ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ഭക്തന്മാരെ അറിയിച്ചിട്ടേ ചെയ്യൂ. വെളിപ്പാട് ഗ്രന്ഥത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അവൻ തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ് കാണിക്കുന്നത്. എന്താണ്? മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തൻ്റെ ദാസന്മാരെ അത് ദൈവം ആദ്യം അറിയിക്കും, എന്നിട്ട് മാത്രമേ അപ്പുറത്തേക്ക് പോകുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അബ്രഹാമിനോട് അറിയിച്ചത്? അബ്രഹാം ഭക്തനായിരുന്നു. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? സോദോമില് ദൈവം ശിക്ഷ നടത്താൻ പോവാണെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മനുഷ്യൻ പറയാ, അത് വേണ്ടതാണ് കർത്താവേ, അവരതിന് യോഗ്യന്മാരാണ്, ദുഷ്ടന്മാരാണ് അവിടുത്തെ ജനമെന്നാ പറയാ. പക്ഷെ അബ്രഹാം ചെയ്തത് എന്താ? അവൻ ഭക്തനാണ്. അവൻ പോയി എന്നിട്ട് പറയാ, 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കരുത്, 45, 10 വരെ ബാർഗൈൻ ചെയ്യണം അവിടെ നിന്ന്. അതാണ് ഒരു ഭക്തൻ. അവൻ മനുഷ്യൻ നശിക്കുന്നതിൽ തൽപരൻ അല്ല. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന് ഒരു മനുഷ്യനും നശിക്കുന്നതിൽ താല്പര്യമില്ല. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ? ഇല്ല, അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണമെന്നല്ലയോ എൻ്റെ ആഗ്രഹം. അങ്ങനെയാ ദൈവം പറയും. ദൈവത്തിന്റെ ആഗ്രഹം ഒരിക്കലും മനുഷ്യൻ നശിക്കുന്നതല്ല. അബ്രഹാമിന് ആ ഹൃദയം ഉണ്ടായിരുന്നു. നമുക്കത് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കും അത് ദൈവം അങ്ങനെ ചെയ്യുന്നത്. അബ്രഹാം ബാർഗൈൻ ചെയ്യുകയാണ്. 10 പേരെങ്കിലും കാണുമെന്നാണ് അബ്രഹാം വിചാരിച്ചിരുന്നത്. പക്ഷേ 10 പേര് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത്, അത് ചെയ്യുന്നതിന് മുമ്പേ ദൈവം തൻ്റെ നിയമത്തെ, അല്ലെങ്കിൽ തൻ്റെ രഹസ്യത്തെ, തൻ്റെ വെളിപ്പാടിനെ തൻ്റെ ഭക്തന് അറിയിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, ഭക്തന്മാരായിട്ട് നാം ജീവിച്ചാൽ സഭ അനുഗ്രഹിക്കപ്പെടും. അതെന്താ? ദൈവം തൻ്റെ ആലോചനകളെ നമുക്ക് നൽകും. ദൈവം വചനത്തെ നമുക്ക് പ്രകാശിപ്പിച്ച് നൽകും. ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ, ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് സഭയിൽ കൂടെ ആത്മീക വർധന പ്രാപിപ്പാനായി ധാരാളമായിട്ട് അത് ഇടയാക്കി തീർക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്
എത്ര അംഗസംഖ്യ ഉണ്ടെന്നുള്ളതിനേക്കാൾ എത്ര ഭക്തന്മാർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഭക്തന്മാരുണ്ടെങ്കിൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. ഒരു ഭക്തൻ ദാനിയേൽ തൻ്റെ ജനത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരവിറക്കി. നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. ഒരു ഭക്തൻ. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വളരെ വിലപ്പെട്ടവരാ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇടിവിൽ നിൽക്കുവാൻ, ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ച് കാര്യങ്ങളെ നേടുവാൻ ഈ ലോകത്തിൽ ഇന്ന് തൻ്റെ മക്കളല്ലാതെ മറ്റാരുമില്ല. പക്ഷെ ഇന്ന് മക്കൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റ്, ഭക്തിമാർഗം വിട്ട് അകന്നുപോയി ദൈവത്തിന് നമ്മെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം നമ്മളായിത്തീരുകയാണ്. പിന്നെ എങ്ങനെ നമ്മെ എടുത്ത് ഉപയോഗിക്കും? ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. എന്നാൽ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ഭക്തനോട് ഹൃദ്യമായി ഇടപെടുവാൻ നമ്മുടെ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. ഭക്തനായി ജീവിച്ചാൽ ദൈവം തൻ്റെ നിയമത്തെ നമ്മെ അറിയിക്കും. തൻ്റെ രഹസ്യങ്ങളെ, വെളിപ്പാടുകളെ ദൈവം നമ്മെ അറിയിക്കും. അപ്പൊ എഴുതപ്പെട്ട ഈ വചനമല്ലാതെ വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയും തന്മൂലം സഭകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. വിശ്വാസ സമൂഹം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. അങ്ങനെ ദൈവജനം കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഭക്തന്മാർ ആവശ്യമാണ്. അവസാനമായി സങ്കീർത്തനങ്ങൾ 128 1 തൊട്ട് 4 വരെ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകും. നമ്മളെല്ലാവരും ഈ സങ്കീർത്തനം പലപ്പോഴും വായിച്ച് ധ്യാനിക്കാറില്ല. പക്ഷേ ഈ പദം വേണ്ട പോലെ ശ്രദ്ധിക്കാറില്ല. ഈ അനുഗ്രഹം ആർക്കാ കൊടുത്തിരിക്കുന്നത്? ശരിക്കും യഹോവ ഭക്തന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം. അത് ദൈവത്തെ തൻ്റെ മനസ്സിൽ ധ്യാനിച്ച് അവനെ ഭയപ്പെട്ട് നീതിയോടെ ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, വിശ്വസ്തയോടെ ജീവിക്കുന്ന, ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന, ദൈവത്തിന്റെ താഴ്മ ധരിക്കുന്ന, ദിവ്യ സ്വഭാവങ്ങൾക്ക് ഉടമയായിരിക്കുന്ന തൻ്റെ ഭക്തന് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ആ വിശേഷണത്തിൽ തന്നെ അതൊക്കെ നമുക്ക് കാണാം. എങ്ങനെയാണ്? നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെ. നമുക്കറിയാം, വളരെ ഒബീഡിയൻ്റ് ആയിട്ടിരിക്കുന്ന മക്കളെയാണ് അത് കാണിക്കുന്നത്. എന്താ കാരണം എന്നറിയാമോ? തൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ, ഈ മക്കളുടെ അപ്പൻ്റെ ജീവിതത്തിൽ ദൈവഭക്തി ഉണ്ട്. അവർ ഭക്തി പഠിക്കുന്നത് സഭയിൽ നിന്നല്ല. അവർ ഭക്തി പഠിക്കുന്നത് പ്രാസംഗികരിൽ നിന്നല്ല, അവന്റെ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവമക്കൾക്ക് പറ്റിയിരിക്കുന്ന മറ്റൊരു വലിയ അമളി എന്ന് പറയുന്നത്, സ്വന്തം കുടുംബത്തിൽ വാർത്തെടുക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് 2 മുഖങ്ങൾ എപ്പോഴുമുണ്ട്. സഭയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ ഒരു മുഖം, മറ്റു തലങ്ങളിൽ മറ്റൊരു മുഖം. ഈ രണ്ടാമത്തെ മുഖം പഴയ മനുഷ്യൻ്റെതാണ്. സഭയിലൊക്കെ കാണിക്കുന്നത് പുതിയ മനുഷ്യൻ്റെതാണ്. ഈ രണ്ടാമത്തെ മുഖം പിള്ളേർ ദിനവും കാണുന്നതാണ്. എല്ലാ ദിവസവും അവർ അത് കാണുന്നുണ്ട്. വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് നേരെ ചൊവ്വ നടക്കാൻ പറയാൻ പോലും ചിലപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ അത് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ദൈവവചനത്തിന് വിരുദ്ധമായി വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, കുറ്റവാളിയായി തീർന്നു. ദൈവം തന്നോട് ക്ഷമിച്ചു. പക്ഷെ തൻ്റെ കുടുംബത്തിൽ പിന്നീട് അപമാനകരമായത് സംഭവിച്ചു. തൻ്റെ ഒരു മകനെ അടിച്ചു കൊന്നു. ഒരക്ഷരം മിണ്ടാൻ ദാവീദിന് നിർവാഹമില്ലാതെയായി. അതെന്താ കാരണം? തൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ച. ഇതാണ് ഇന്ന് പല കുടുംബങ്ങളുടെ അവസ്ഥ. മക്കളോട് ധൈര്യമായിട്ടൊരു വാക്ക് പറയാൻ പറ്റുകയില്ല, ഇങ്ങനെ നടക്കടാ. അവൻ തിരിച്ചു പറയില്ലായിരിക്കും, പക്ഷെ ആദ്യം അപ്പൻ തന്നെ ഒന്ന് നന്നാക്കുക, എന്നിട്ട് ആകട്ടെ. പ്രിയമുള്ളവരെ, നല്ല കുടുംബം ഭക്തന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. കാരണം അവൻ ഒരു മാതൃകാ പുരുഷൻ ആയിരിക്കും. അവൻ്റെ മക്കൾ അവൻ്റെ ചുവടുകളെ അനുഗമിക്കുന്നതിന് അവർക്കൊരു തടസ്സവും ഉണ്ടാവുകയില്ല.
ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് വളരെ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭക്തി കുറഞ്ഞു പോകുന്നു. 9 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങളായിട്ട് കണ്ടത്. ഇതിലും അധികമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങൾ വചനം വായിക്കുന്നവരും പഠിക്കുന്നവരുമാണല്ലോ. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. ഇതിലധികം റെഫറൻസസ് ഇതിലുണ്ട്. ഞാൻ ചില റെഫറൻസ് മാത്രമാണ് വായിച്ചു പോകുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്തതായിട്ട്, ഇപ്പോൾ ദൈവഭക്തി എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തി എന്തുകൊണ്ട് നിർബന്ധമാണ് അല്ലെങ്കിൽ അനിവാര്യമാണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദൈവഭക്തിയുടെ മർമ്മം എന്ന വിഷയമാണ്. മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഈ വിഷയം നമ്മൾ പുതിയ നിയമത്തിൽ മനസ്സിലാക്കുന്ന ഒരു ആഴമേറിയ സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും വിളിയുടെയും അർത്ഥം നമുക്ക് ശരിക്ക് മനസ്സിലാകുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ കോൾ? എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? അത് നമുക്ക് ശരിക്കും മനസ്സിലാകുക ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോഴാണ്. പലപ്പോഴും വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്ന മതി എന്നുള്ളതാണ്. സ്വർഗത്തിൽ ചെന്ന മതി. അതാണ് നമ്മുടെ നല്ലൊരു പങ്ക് പാട്ടുകളും, അല്ലേ? കർത്താവ് വരും, ഞാൻ സ്വർഗത്തിൽ ചെല്ലും, അവിടെ ചെന്നാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സത്യമാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ്. അതിലൊരു വ്യത്യാസവും ഇല്ല. അവിടെ നിത്യമായ സമാധാനമുണ്ട്, നിത്യമായ സന്തോഷമുണ്ട്, തീരാത്ത ഉല്ലാസങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ദൈവം നമ്മളെ ഒരു ടൂറിസത്തിന് വേണ്ടി ഒന്നും തിരഞ്ഞെടുത്തവർ അല്ല. ഏതാ? ഹെവൻലി ടൂറിസം എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഈ ഇസ്രായേലിലേക്കൊക്കെ ആൾക്കാർ ഇവിടെ പോകുന്നുണ്ടല്ലോ, വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനം. നമ്മളൊരു തീർത്ഥാടനത്തിന് വേണ്ടി സ്വർഗത്തിലൊന്ന് കൊണ്ടുപോയി അവിടേക്ക് ഒന്ന് കാണിച്ച് ഒന്ന് സന്തോഷിപ്പിച്ച് അതിനു വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പറയാത്തൊരു ബോണസാണ് വേണമെങ്കിൽ. അത് ബോണസ് മാത്രമാണ്. പക്ഷേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ പിറകിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ വിഷയം കിടക്കുന്നുണ്ട്. ആ വിഷയം ശരിയായി തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തീയത്വമായി തീരുന്നത്. അപ്പോൾ മാത്രമാണ് ക്രിസ്തീയത്വത്തിന്റെ വില നമ്മൾ ശരിക്ക് മനസ്സിലാക്കുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിത്വം ഒരു ചലഞ്ചായി തീരുന്നത്, ഒരു വെല്ലുവിളിയായി തീരുന്നത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കുറെ കർമ്മങ്ങളും ആചാരങ്ങളും മതി എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ താണുപോകും. നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തീയ സഭകളുടെ താഴ്ച വന്നത് മുഴുവനും തുടക്കം നന്നായിരുന്നു, പിന്നെ അങ്ങ് പതുക്കെ പതുക്കെ താഴോട്ടാണ് പോവുക. അതെന്താണെന്ന് ചോദിച്ചാൽ, ആദ്യകാലത്ത് ആത്മീയമായ വലിയ സന്തോഷമൊക്കെയാണ്, കാഴ്ചപ്പാടുകൾ നല്ല ബ്രൈറ്റാണ്. പക്ഷെ ഓരോ തലമുറകൾ കഴിയും തോറും അല്ലെങ്കിൽ കാലങ്ങൾ കഴിയും തോറും നമ്മൾ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ചതിയാണ്, കുറെ കർമ്മങ്ങൾ ചെയ്താൽ ഹാപ്പിയായി. പറഞ്ഞു മനസ്സിലായല്ലോ? ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല, ഞാനൊരു ഐ ഓപ്പണറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഞാനിങ്ങനെ പലതും പറയും. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞോന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് 100% വിയോജിക്കുന്നതിനോട് എനിക്ക് 1% പോലും എതിർപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് പൂർണ്ണമായി വിയോജിക്കുന്നത് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അതിൻ്റെ പേരിൽ ഒരു വിഷയവും നമ്മൾ തമ്മിൽ ഉണ്ടാവുകയില്ല. കാരണം സ്നേഹത്തിന് അങ്ങനെ ഒരു കുറവ് വരികയില്ല. നിങ്ങൾക്ക് വിയോജിക്കുവാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും ഞാൻ ചില സത്യങ്ങൾ തുറന്നു കാണിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ തന്നെ ഒരു റിലീജിയസ് ആക്ടിവിറ്റി ഉള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ സഭായോഗം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ക്ലിപ്തമായി നടക്കുന്നുണ്ട്. ടൈം കീപ്പ് ചെയ്യാൻ അതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഞാൻ അതിന് ദോഷമൊന്നും പറയുന്നില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 2 പാട്ട് പാടുക അല്ലെങ്കിൽ 1 പാട്ട് പാടുക, ഒരാൾ പ്രാർത്ഥിക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ, ഇതൊക്കെ ക്രമമായി 3 പേര് ചിലപ്പോൾ തോട്ട്, ആരാധനയോഗമാണെങ്കിൽ ഒരു പ്രബോധനം 2-3 എണ്ണം, പിന്നെ സ്തോത്രത്തിന് ഒരു കുറച്ച് സമയം. നമുക്ക് ഇങ്ങനൊരു ചട്ടമുണ്ട്. ആ ചട്ടം അതിൽ തന്നെ ഒരു തെറ്റുമല്ല. പക്ഷെ ഈ ചട്ടങ്ങളല്ല നമ്മെ ഭക്തന്മാർ ആക്കുന്നത്. പിന്നെയോ ഭക്തൻ ചട്ടങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി ഈ ചട്ടങ്ങളിൽ ചില ഏറ്റക്കുറച്ചിൽ വന്നാലും ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല.
പക്ഷേ ചട്ടങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു മതഭക്തന് അതൊരു ഇടർച്ചയായി തീരും. ഞാൻ പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 2 പാട്ട് പാടുന്നിടത്ത് ഒരു പാട്ട് പാടിയാൽ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ ചിന്തിച്ചോ, നീ ഭക്തിയിൽ നിന്ന് കർമ്മങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവനാ. ദൈവത്തെ ആരാധിക്കുന്നതിന് എത്ര പാട്ട് പാടണം നമുക്ക് എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി പാട്ട് പാടണമെന്ന് നിർബന്ധമുണ്ടോ? അതുമില്ല. ബൈബിളിൽ അങ്ങനെ കമാൻഡ് ഒന്നും നൽകിയിട്ടില്ല. പക്ഷെ നമ്മൾ സമയം കീപ്പ് ചെയ്യേണ്ടതിനും എല്ലാം ഭംഗിയും ചന്തവുമായി നടക്കേണ്ടതിനും ചില ക്രമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷേ ഇതിലൊരു വ്യതിയാനം വരുത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നീ പതുക്കെ കർമ്മത്തിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുക. നിന്നെ ആത്മാവല്ല നടത്തുന്നത്. കാരണം ആത്മാവിന് ഈ വക ബന്ധനമൊന്നും ഇല്ല. അറിയാതെ നമ്മൾ പതുക്കെ മതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു മതത്തിലേക്ക്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചില കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് ഈ മതം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് എ റിലീജിയൻ ഈസ്. ഇങ്ങനെ ഒരു ചേഞ്ച് മോഡിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പേര് പ്രബോധനം ചെയ്യുന്നതിന് പകരം ഒരാൾ പ്രബോധനം ചെയ്യുമ്പോൾ നിർത്തിയാൽ എന്താ പറ്റിയ 2 പേരും കൂടെ ചെയ്യാറുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് മതം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരരുത്. ഇങ്ങനെയാണ് എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളും ആരംഭിച്ചത്. പക്ഷേ പതുക്കെ അതൊരു മതമായി പരിണമിച്ചു. മതമായി പരിണമിക്കുമ്പോൾ സംഭവിക്കുക, ഭക്തി പുറത്തു പോകും, കർമ്മങ്ങൾ നിലനിൽക്കും. കർമ്മം ചെയ്യുന്നതിന് ഭക്തനായിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഭക്തിയുടെ ആവശ്യമൊന്നും ഇല്ല. നല്ല തലയുള്ളവൻ അത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നമ്മൾ വിശ്വാസത്തിലാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. വിശ്വാസത്തിൽ തന്നെ അത് അവസാനിക്കണം. അതിനിടയിൽ നമ്മൾ പല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രവൃത്തികൾ നമ്മെ ഓവർടേക്ക് ചെയ്യരുത്. പ്രവൃത്തികൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആദ്യം നഷ്ടം സംഭവിക്കുന്ന നമ്മുടെ വിശ്വാസത്തിനാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട് നമ്മുടെ സഭകളെ ഓർത്ത്. അതെന്താന്ന് വെച്ചാൽ നല്ലൊരു പങ്ക് ശുശ്രൂഷകളും ആത്മാവിനാൽ നടത്തപ്പെടുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ പാട്ടുകൾ എടുക്കുക, ഇടയ്ക്ക് വെച്ച് പാട്ടുകൾ പാടുക, പ്രബോധന ചിന്തകൾ പറയുക. ഇതൊന്നും നമ്മൾ അസൈൻ ചെയ്തിട്ടല്ല നടക്കുന്നത്, സ്പോണ്ടേനിയസ് ആണ്. അത് ആത്മാവിന്റെ നടത്തിപ്പാണ്. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം ദൈവഭക്തിയോട് കൂടി അത് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ അറിയേണ്ട ആവശ്യം ഉണ്ട്. പാട്ട് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഞാൻ പാടുന്നു. എന്താ ഞാൻ പാടുന്നത്? ആർ വി റീഡിങ് ദ വേർഡ്സ്? അതോ കാണാതെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടങ്ങ് പാടിക്കൊണ്ടിരിക്കുകയാണോ? എൻ്റെ പ്രിയമുള്ളവരെ, ആ പാട്ട് നിനക്ക് ഒരു പുതിയ പാട്ടായി തീരുന്നില്ല എങ്കിൽ നിനക്ക് അതിൽ നിന്നൊരു ഭക്തിയും ഉണ്ടാക്കാൻ പറ്റുകയില്ല. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി? ഇതാണ് വ്യത്യാസം. ഞാൻ പറയുന്നത്, ക്രിസ്തീയത്വത്തിന്റെ മഹിമ കുറച്ച് കഴിയുമ്പോൾ നഷ്ടമാകും പ്രവൃത്തികളിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ. എന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ടാർഗറ്റ്, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറെ കർമ്മങ്ങളല്ല. പിന്നെയോ, വി ഹാവ് വൺ ടാർഗറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവപുത്രനെ പോലെ ആയി തീരണം. പറഞ്ഞു മനസ്സിലായോ? ആ ടാർഗറ്റ് കർമ്മങ്ങൾ കൊണ്ടൊന്നും അച്ചീവ് ചെയ്യാൻ സാധ്യമല്ല. കർമ്മങ്ങൾ അതിന് ആവശ്യമാണ്, പക്ഷെ കർമ്മങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. പിന്നെയോ, ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, പിന്നെയോ ക്രിസ്തു എന്നിൽ ജീവിക്കണം. പറഞ്ഞു മനസ്സിലായോ? 100% സബ്മിഷനിലേക്ക് നാം ചെല്ലണം. ക്രിസ്തു എന്നിൽ വെളിപ്പെടണം. ക്രിസ്തു എന്നിൽ വെളിപ്പെടുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ക്രിസ്തു ചെയ്തതുപോലെ, ക്രിസ്തു ചിന്തിച്ചതുപോലെ ചെയ്യുവാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടാവുകയുള്ളൂ. അതാണ് ദൈവഭക്തിയുടെ മർമ്മം നമുക്ക് തുറന്ന് കാണിച്ചു തരുന്ന സത്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമായി നാം പഠിക്കണം. ഈ ഒരു വിഷയം അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ എന്നാൽ വേണ്ട പോലെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവഭക്തി, അതിൻ്റെ മർമ്മം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ ഏറ്റവും പൂർണ്ണമായി പെർഫെക്റ്റ് ആയിട്ട് വെളിപ്പെടുത്തി തന്ന ഒരേ ഒരു വ്യക്തി. വേറെ ഒരു വ്യക്തികളും അങ്ങനെ ഇല്ല. ഒരേ ഒരു വ്യക്തി. ദൈവം, അദൃശ്യനായ ദൈവം ആരാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ കറതീർന്ന വിധത്തിൽ വ്യക്തമായി വരച്ച് കാണിച്ചു തന്ന മഹൽ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രം ആണ്. അതുകൊണ്ടാണ് നമ്മൾ പാടാറ്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോലെ ദൈവത്തിൻ്റെ സ്വഭാവം ഭൂമിയിൽ വരച്ചു കാണിച്ച വേറെ ഒരുത്തനും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. കുറ്റമറ്റവൻ, പെർഫെക്റ്റ്. ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രോട്ടോടൈപ്പാണ് നമ്മുടെ മുമ്പിൽ. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലോ, മാതൃക. ദൈവം ഒരു മാതൃക ഉണ്ടാക്കി. ആ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അവനാണ് മാതൃക. എന്താ ദൈവം ഇതിലൂടെ ചെയ്യുന്നത്? ദൈവഭക്തി നമ്മിൽ ഉളവാക്കുവാൻ, മനുഷ്യരിൽ ഉളവാക്കുവാൻ ദൈവം ചെയ്ത ഒരു മേജർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ല, എന്തിനാ കർത്താവ് വന്നതെന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ്. ശരിയാണത്. സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ശരിയാണത്. ന്യായവിധിയിൽ നിന്ന് വിടുവിക്കാനാണ്. ശരിയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ദൈവം ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ, ആദാമിനെ കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വംശപരമ്പര പറഞ്ഞ അവസാനം ഒരു വാക്കുണ്ട്. ആദാം ദൈവത്തിൻ്റെ മകൻ. 2 മക്കളെ അങ്ങനെ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കിയെന്ന് പറയാൻ പാടില്ല, എങ്കിലും ഞാൻ അങ്ങനെ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു അനാദിയായുള്ളവനാണ്. എങ്കിലും മറിയയുടെ ഗർഭത്തിൽ അവൻ ഉരുവായി. ദൈവമാണല്ലോ ആ രീതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 മക്കൾ. ഒന്നാമത്തെ മകൻ ആദാം, ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ഒടുക്കത്തെ ആദാം, രണ്ടാമത്തെ ആദാമല്ല, ഒടുക്കത്തെ ആദാം സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. 1 കൊരിന്ത്യർ 15 അധ്യായം, ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. ഒന്നാമത്തെ ആദാമിനോട് ദൈവം എല്ലാ സൃഷ്ടിയും കഴിഞ്ഞിട്ട് അവന് അതോറിറ്റി കൊടുത്തു, അധികാരം കൊടുത്തു. എന്താണ് പറഞ്ഞത്? നീ സകല സൃഷ്ടിയുടെ മേലെ വാഴണം. ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഭൂമിയിൽ സകലത്തിൻ്റെയും മീതെ വാഴുവാനായി ദൈവം തൻ്റെ ചെങ്കോൽ കൊടുത്ത വ്യക്തിയാണ് ആര്? ആദം, ഫസ്റ്റ് ആഡം. പക്ഷേ ആ പ്രോഗ്രാം അധികം താമസിയാതെ ഫ്ലോപ്പായി, അല്ലേ? പൊളിഞ്ഞുപോയി. അത് ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം. അവൻ വഞ്ചിക്കപ്പെട്ടു, അത് സത്യമാണ്. എന്നാൽ ആദാം തിരഞ്ഞെടുത്തു. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല ആദാം തിരഞ്ഞെടുത്തു, കേട്ടോ. അതെന്താ? നമ്മളിൽ പാപം എന്ന് പറയുന്നൊരു വിഷയം ഉണ്ട്. ആദാമിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള തള്ളലൊന്നും ഇല്ല. കേവലം പുറത്തു നിന്നുള്ള തള്ളൽ മാത്രമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദാം നോയിങ്ലി, അറിഞ്ഞുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. അതിനുശേഷം സംഭവിച്ച നമുക്കറിയാം. ദൈവത്തിൻ്റെ മകൻ എന്ന ആ സ്ഥാനം അവൻ സ്ട്രിപ്പ് ഓഫ് ആയി തീർന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് അവനിൽ നിന്ന് നഷ്ടമായി. കർത്താവ് പാപികളായ യഹൂദന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണ്, അവൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം. ദൈവമകനെന്ന് വിളിക്കപ്പെടേണ്ടിയിരുന്ന ആദാം അനുസരണക്കേട് നിമിത്തം പാപം പേറുന്നവനായി തീർന്നു, മരണം ഉള്ളവനായി തീർന്നു. ദൈവത്തിൻ്റെ കാര്യപരിപാടി താത്കാലികമായി അവിടെ സ്റ്റോപ്പായി. കാരണം കർത്താവ് ആഗ്രഹിച്ചിരുന്നത് ആദാമിൽ നിന്ന് പാപമില്ലാത്ത ഒരു ജനറേഷനെയാണ്. എന്നാൽ ആദാം പാപം ചെയ്തു. അതിൽ നിന്നുണ്ടായ 2 പുത്രന്മാർ, കയീൻ, ഹാബേൽ, അവർ പ്രൂവ് ചെയ്തു പാപം ഞങ്ങളിലുണ്ട്. കാരണം ഒരുത്തനെ കൊന്നുകളഞ്ഞു. പരിപാടി അവിടെ നിർത്തി. എന്നാൽ ദൈവം തൻ്റെ അനന്തമായിരിക്കുന്ന ജ്ഞാനത്തിൽ ആ പ്രോഗ്രാം പുനരാരംഭിച്ചു. എവിടെ? കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക നിമിത്തം. റോമർ 8:15 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്.
എന്താ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദാസ്യത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? ഇസ്രായേലിനെ കുറിച്ചാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ എൻ്റെ ദാസന്മാരാണ്, മക്കളല്ല, ദാസന്മാരാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഇനി നിങ്ങളെ ഞാൻ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, പിന്നെയോ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? ഒരു ട്രാൻസിഷൻ. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ട്രാൻസിഷൻ ഉണ്ടായി. നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും, നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും. പിതാവായി തീർന്നു ദൈവം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അവരാരാണ്? മക്കളായി. മനസ്സിലായല്ലോ? ദാസ്യത്തിൽ നിന്ന് സ്നേഹിതനിലേക്കും, സ്നേഹിതനിൽ നിന്ന് മകനിലേക്കും ഒരു മാറ്റം. ഇതാണ് 1 യോഹന്നാനിൽ താൻ എഴുതുമ്പോൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടെ പറയുന്നത്. കാൺമീൻ. ആ കാൺമീൻ എന്ന വാക്കിനകത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് യഹൂദൻ പറയുമ്പോൾ അവനത് ശരിക്കറിയാം. കാരണം ഈ കാലം മുഴുവൻ ദാസനായിരുന്ന ഞാൻ ഇപ്പോൾ മകനാണ്. പറഞ്ഞു മനസ്സിലായോ? ജാതികളായി നമ്മളെ വിളിക്കുമ്പോൾ തന്നെ മക്കളായതുകൊണ്ട് ഈ വ്യത്യാസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അവർക്കതറിയാം. അവനെ സംബന്ധിച്ചിടത്തോളം യഹോവ യജമാനനും മാസ്റ്ററും അവർ ദാസന്മാരും മാത്രം ആയിരുന്നു, പുത്രത്വം ഉണ്ടായിരുന്നില്ല. എന്നാൽ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് അവസാനിക്കില്ല. അത് നാം അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വലിയ എക്സൈറ്റ്മെന്റ് അവർക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആദാമിനെയും സന്തതിയെയും പിന്നെയും മക്കളാക്കുവാൻ ഒരു പദ്ധതി ഇട്ടു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ മരിച്ചത് കേവലം നമ്മെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മളെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാണ്. മക്കൾ. മനസ്സിലായല്ലോ? നമ്മൾ പാടാറുണ്ട് ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ. പക്ഷേ ആ വാക്കിന്റെ ഗ്രാവിറ്റി, വെയിറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അതറിയാത്തത് കൊണ്ടാണ് നല്ലൊരു പങ്ക് വിശ്വാസികൾ എന്ന് പറയുന്നവരും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ ജീവിച്ചു പോകുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ തെരുവിൽ ചണ്ട കൂടുന്ന പിള്ളേരോട് കൂടെ പോയി ഇരിക്കുകയും അവരെ പോലെ മുഷിഞ്ഞ വസ്ത്രമിട്ട് നടക്കുകയും അവരെ പോലെ ചെറ്റത്തരം പറയുകയും കൊള്ളരുതാത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്ത നമ്മൾ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല, അല്ലേ? ആ നിലവാരമില്ല അവർക്ക്. ഞാൻ പുറത്തുള്ളവരെ അപമാനിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ മോശമായ ജീവിത രീതിയുള്ളവരെ കുറിച്ച് പറയുകയാണ്. അവരെയും നമ്മൾ നേടേണ്ടതാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയാം, പക്ഷെ അങ്ങനെ നിലവാരമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ മക്കൾ ഇറങ്ങി പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അനുവദിക്കുകയുമില്ല. അതെന്താ? എൻ്റെ നിലവാരത്തിനത് ചേർന്നതല്ല. ദൈവത്തിന്റെ മക്കൾ എന്ന സ്ഥാനം നമുക്ക് നൽകിയാൽ ദൈവത്തിന്റെ നിലവാരത്തെക്കാൾ കുറഞ്ഞ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. പക്ഷേ പറ്റുന്നുണ്ടോ? ഓ, ധാരാളം, അല്ലേ? ധാരാളം. എവിടെയാ പ്രശ്നം എന്നറിയാമോ? പ്രശ്നം ഞാൻ ആരാണെന്നുള്ള ബോധം ശരിക്ക് ഇല്ല. അവിടെ പ്രശ്നം. ദൈവം എന്തിനെ വീണ്ടെടുത്തേ? എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. അല്ല പ്രിയമുള്ളവരെ, അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ തൻ്റെ മക്കൾ വസിക്കേണ്ടത് തൻ്റെ ഭവനത്തിലായതുകൊണ്ടാ. പക്ഷെ ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതി എന്ന് പറയുന്നത് അനേക മക്കളെ ഇവിടെ നിന്നും ഉളവാക്കുക എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായോ? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള അനേക മക്കളെ ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. അതിൽ കുറഞ്ഞൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ നിലവാരത്തെക്കാളും നമ്മൾ താഴ്ന്ന് പോവുകയാണ് പ്രിയമുള്ളവരെ. അത് പാടില്ല, അത് പാടില്ല. അതിന് കാരണം നമ്മുടെ പിതാവിനെ നാം അപമാനിക്കുകയാണ് ചെയ്യുന്നത്.
ആ നിലവാരത്തിലേക്ക് നാം ഉയരണം. ഞാൻ ദൈവമകനായി തീർന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ. അത് ആത്മീകമായ മാറ്റമാണ്. എന്നാൽ ഞാൻ അവൻ്റെ മകനായി തീരണം എൻ്റെ ജീവിതത്തിലെ സമർപ്പണത്താലും മാറ്റത്താലും. പറഞ്ഞ മനസ്സിലായോ? ദാറ്റ് ട്രാൻസ്ഫർമേഷൻ ഹാസ് ടു ടേക്ക് പ്ലേസ് ഇൻ അവർ ലൈഫ്. അത് സംഭവിക്കാത്തിടത്തോളം ദൈവമകനാണെന്ന് പറയുന്നതിൽ യാതൊരു മൂല്യവും ശരിക്കും കാണാൻ കഴിയില്ല. പൊസിഷണലി വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, ബട്ട് പ്രാക്ടിക്കലി വി നീഡ് ടു ബി ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞല്ലോ. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ പർപ്പസ് ഈസ് ടു ബിക്കം ലൈക്ക് ഹിസ് സൺ. അവൻ്റെ മകനെ പോലെ നാം ആയിത്തീരുക എന്നുള്ളതാണ് പർപ്പസ്. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്, അതായിരിക്കണം നമ്മുടെ വിളി. അതിനായിട്ടാണ് നാം ഓടേണ്ടത്. അടുത്ത ആഴ്ച നമുക്ക് ഇക്കാര്യം കൂടുതൽ വ്യക്തമായി പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവഭക്തി എന്താണ്, ദൈവഭക്തിയുടെ അനിവാര്യത എന്താണ്, അതുപോലെ ദൈവഭക്തനായിരിക്കുന്നവൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ്, ഇത്യാദി കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ദൈവഭക്തിയുടെ മർമ്മം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവഭക്തിയുടെ മർമ്മം ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ദൈവഭക്തിയെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വരച്ചു കാട്ടിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തൻ്റെ ജീവിതമാണ് ഏറ്റവും വ്യക്തമായി ദൈവം ആരാണെന്ന് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കി തന്നത്. ദൈവത്തെക്കുറിച്ചിട്ട് ലോകത്തിലെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും പല രീതിയിലുള്ള ചിന്താഗതികളുണ്ട്. ചിലർ ദൈവത്തെ, നമുക്കറിയാം, ജാതികളുടെ ഇടയിൽ പലരും ദൈവം എന്ന് സങ്കല്പിച്ച് വരച്ചു വയ്ക്കുന്ന രൂപങ്ങൾ കണ്ട ഭീകരനാണ്, ഭീകരരൂപിയാണ്. വാസ്തവത്തിൽ അത് സത്യദൈവമല്ല. സത്യദൈവത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു വരുമ്പോഴും നമുക്ക് തോന്നും വളരെ കണിശക്കാരനാണ്, വളരെ പെട്ടെന്ന് കോപിക്കുന്ന, അങ്ങനെയൊക്കെ ഒരു തോന്നൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. എന്നാൽ ദൈവം അങ്ങനെയൊന്നുമല്ല എന്ന് ദൈവവചനം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ ദൈവം പറയുകയാണെങ്കിൽ ദൈവം സ്നേഹം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളുടെയും സോഴ്സ്, ആരംഭം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹം കൊണ്ടാണ് താൻ ശിക്ഷിക്കുന്നത്, സ്നേഹം കൊണ്ടാണ് താൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനിലൂടെ ഈ മനുഷ്യർക്ക് പ്രദർശിപ്പിക്കപ്പെടാതിരുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെ കാണാതെ ഇരുന്ന ഈ മഹാദൈവം ആരാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്തത് തൻ്റെ പുത്രൻ ആണ്. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ പിതാവിനെ, സർവശക്തനായ ദൈവത്തെ ഭൂമിക്ക് വരച്ച് കാണിച്ച് കൊടുക്കുകയുണ്ടായി. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം തൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നാശം വരുത്തി, അല്ലെങ്കിൽ പാപത്തിന് അധീനനായിട്ട് അവൻ തീർന്നു. ഈ പാപം അവനിൽ വന്നതോടുകൂടെ അവൻ്റെ ആ ദിവ്യമായിരിക്കുന്ന സ്വഭാവം കളങ്കപ്പെട്ടു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ്റെ റിയൽ ഫേസ് നഷ്ടപ്പെട്ടു പോയി. അവൻ ഫേസ്ലെസ് ആയി തീർന്നു. ശരിക്കും പറഞ്ഞാൽ പാപം എന്നുള്ളത് അതിപ്രസരമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തിയപ്പോൾ മനുഷ്യവർഗത്തെ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: അവനെ സൃഷ്ടിക്കുക കൊണ്ട് ദൈവം അനുതപിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം ദൈവത്തിന് വിഷമവും ദുഃഖവുമായി തീർന്നു മനുഷ്യന്റെ ബിഹേവിയർ. എന്നാൽ ദൈവം ഒരു മനുഷ്യന് കൃപ നൽകി, നോഹ. അങ്ങനെ ദൈവം ഈ ലോകത്തെ ന്യായം വിധിച്ചു, പുതിയൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ചു. അവിടെ നിന്നും കാലങ്ങൾ പിന്നിട്ടു. പിന്നെയും മനുഷ്യർ ദൈവത്തിനെതിരെ മത്സരിച്ചു. ദൈവം മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലെങ്ങും ചിതറിപ്പാർക്കണം. പക്ഷെ അവർ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് പോയി അവർ പറഞ്ഞു, നമുക്കൊരു പേരുണ്ടാക്കണം, നമ്മൾ ചിതറിപ്പോകാതിരിക്കണം. ദൈവം പറഞ്ഞതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, അബ്രഹാം. നമുക്കറിയാം ഈ ചരിത്രങ്ങളൊക്കെ. അങ്ങനെ അബ്രഹാമിലൂടെ ദൈവം പിന്നെയും തൻ്റെ പദ്ധതി ആരംഭിക്കുവാനായി, നിന്റെ സന്തതി മുഖാന്തരം സകല സൃഷ്ടികളും സർവ്വഭൂലോകവും അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദത്തം അബ്രഹാമിന് ദൈവം
നൽകി. ആ അബ്രഹാമിന്റെ വാഗ്ദത്തം തൻ്റെ മകനായ ഇസഹാക്കിനും അതിനുശേഷം തൻ്റെ മകനായ യാക്കോബിനും ദൈവം ആവർത്തിച്ച് ഉറപ്പാക്കി കൊടുത്തു. അതിനുശേഷം ദാവീദ് എന്ന തൻ്റെ ദാസന് ആ കാര്യം ഉറപ്പാക്കി കൊടുത്തു, നിന്റെ സന്തതി. അങ്ങനെ ആ സന്തതിയായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്ന് വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്ന് ഈ ഭൂലോകത്തിന് കാണിച്ചു തന്നത് സാക്ഷാൽ ദൈവം ആരാണെന്നാണ്. കർത്താവിനോട് തൻ്റെ ശിഷ്യനായിരുന്ന ഫിലിപ്പോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കർത്താവ് പറഞ്ഞു, നീ പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുന്നത് എന്താണ്? ഇത്ര കാലം നീ എന്നോട് കൂടി ഇരുന്നിട്ട് എന്നെ നീ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പിതാവിൻ്റെ റിപ്ലിക്ക എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പിതാവിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആരിലുണ്ടായിരുന്നു? പുത്രനിലുണ്ടായിരുന്നു. പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം സമ്പൂർണമായിട്ട് പിതാവിൻ്റെ സർവ്വ സ്വഭാവങ്ങളും പുത്രൻ ഈ ഭൂമിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ അദൃശ്യനായ ദൈവം ദൃശ്യനായി ഈ ഭൂമിക്ക് വെളിപ്പെട്ടു. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്തിനാണ് ഇതൊക്കെ ദൈവം ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം ഒന്നാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദം തൻ്റെ സ്വഭാവം നശിപ്പിച്ചു കളഞ്ഞു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവൻ പിന്നീട് ഉണ്ടായിട്ടില്ല. അൺടിൽ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലായല്ലോ? കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നത് വരെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ അവനെ രണ്ടാമത്തെ മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിലെ പദം ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ മനുഷ്യൻ. ഒന്നാമത്തെ മനുഷ്യൻ ദൈവാനുരൂപപ്രകാരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ അത് നശിപ്പിച്ചു കളഞ്ഞു. ഇതാ ഒടുക്കത്തെ ആദാം, രണ്ടാമത്തെ മനുഷ്യൻ. ഒടുക്കത്തെ ആദാം എന്ന് പറയുകയാൽ ഇനി ഒരാദാം വരാൻ ഇല്ല. രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കാൻ ഇനിയും മനുഷ്യരുണ്ടാകുമെന്ന് അതിനാൽ ദൈവം സൂചിപ്പിക്കുന്നു. ആ മനുഷ്യരാരാണ്? ആ മനുഷ്യർ നാം ഓരോരുത്തരും ആണ്. ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ക്രിസ്തുവിന് ഉള്ളവർ അവൻ്റെ വരവിങ്കൽ. ക്രിസ്തുവിനോട് കൂടെ എഴുന്നേൽക്കുവാനായിട്ട് ഒരു ജനറേഷനെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യരാണ്. കൊലോസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അല്ലേ? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇതാണ് നമ്മുടെ വിളിയുടെ പ്രൈമറി ഫോക്കസ്. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആദം നശിപ്പിച്ച് കളഞ്ഞ ആ ഓപ്പർച്യൂണിറ്റി, സാധ്യത തൻ്റെ പുത്രനിലൂടെ പിന്നെയും പിതാവ് നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുകയാണ്, അവസരമാക്കി തന്നിരിക്കുകയാണ്. തൻ്റെ പുത്രനെ പോലെ നാം ജീവിക്കുമെങ്കിൽ ആ ദൈവാനുരൂപം നമ്മളിൽ വെളിപ്പെട്ട് വരും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അരികിൽ ഒരു കുടുക്ക് ചോദ്യവുമായിട്ട് ചിലർ കടന്നു വന്നു. ഹെരോദ്യരുടെ കൂടെ പരീശന്മാർ വന്നിട്ടാണ് ഈ സൂത്രപ്പണി ചെയ്തത്. അതായത് കർത്താവിനെ വാക്കിൽ കൊടുക്കണം. എന്നിട്ട് കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. കൈസർക്ക് ഗുരു, നീ സത്യവാനും നീതിമാനും എന്നൊക്കെ പറഞ്ഞ് വളരെ പോളിഷ് ചെയ്തു ഒരു ആദ്യം. എന്നിട്ട് ഇത് കർത്താവിന് നന്നായിട്ട് അറിയാം, കർത്താവിന്റെ ഹൃദയത്തെ അറിയുന്നവനാണ്. കർത്താവിനോട് പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കർത്താവിനെ എങ്ങനെ കൊടുക്കാമെന്നാണ് അവർ ചിന്തിച്ചത്. കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൈസരുടെ ഒറ്റുകാര് കർത്താവിന് പ്രശ്നം സൃഷ്ടിക്കും. കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരീശന്മാർ പറയും ഇവൻ റോമക്കാരുടെ ആളാണെന്ന് പറയും. ഇതായിരുന്നു അവരുടെ തന്ത്രം. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ഈ വക തന്ത്രമൊന്നും ഭരിക്കില്ലല്ലോ. അവരുടെ ഹൃദയത്തെ അറിയുന്ന, അവരെ ഉണ്ടാക്കിയ ഈ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ ഈ വക കുടുക്ക് ചോദ്യവും കൊണ്ട് ചെന്ന കാര്യമില്ലല്ലോ. കർത്താവ് അതിന് കൊടുത്ത ഉത്തരം വളരെ മനോഹരമാണ്. ഒരു നാണയം തരാൻ പറഞ്ഞു. ആ നാണയത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ കാണുന്ന മുദ്ര ആരുടേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് കൈസറുടേതാന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ആ ഗോൾഡൻ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ പറഞ്ഞു. അവർക്കത് മനസ്സിലായില്ല അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട്. അവരാകെ നാണിച്ച് മടങ്ങിപ്പോവുക മാത്രമേ ചെയ്തത്. എന്നാൽ കർത്താവ് അവിടെ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താന്ന് ചോദിച്ചാൽ, കൈസരുടെ രൂപമുള്ള ഈ നാണയം കൈസർക്കുള്ളതാണ്, അതിൻ്റെ ഓണർഷിപ്പ് കൈസരുടേതാണ്.
എന്നാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. അതായിരുന്നു അതിൻ്റെ അർത്ഥം. എന്നാൽ അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർ പിശാച് എന്ന പിതാവിൻ്റെ മക്കളായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മേലാണ് ആ ഇംപ്രഷൻ വരേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മിലുള്ള പാപമാണ്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ കരയുന്നത്. ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് നന്നായി ചെയ്യണമെന്നും ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ശരീരത്തിലുള്ള പാപത്തിന്റെ പ്രമാണം എന്നെ അതിൽ സമ്മതിക്കുന്നില്ല. എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നടക്കുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എത്ര ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യകുലത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ പാപനിമിത്തവും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്തത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ നീതി നിവൃത്തി ആകേണ്ടതിന് തന്നെ. സൊല്യൂഷൻ അവിടെ തന്നു. എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ജഡത്തെ അല്ല. കാരണം ജഡത്തിൽ പാപമുണ്ട്. ജഡത്തെ തോൽപ്പിച്ച് പാപത്തിന് കീഴ്പ്പെടാതെ ആത്മാവിന് സ്വരം ചെവി കൊടുത്ത് ആത്മാവിന്റെ സ്വരത്തിനടുത്ത് അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾക്ക് ഇത് സാധ്യമാണ്. ദൈവം എന്തു ചെയ്തു അതിനുവേണ്ടി? ദൈവം ചെയ്ത കാര്യം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. അതിനു മുമ്പ് നമുക്കൊരു വാക്യം വായിക്കാം. അതിനെ റോമാലേഖനം 8:29-30 വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8:29-30. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് നമുക്കറിയാവുന്ന വാക്യമാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വാക്യമാണത്. അതായത് തൻ്റെ പുത്രനാണ് ഒന്നാമത്തവൻ, ആദ്യ ജാതൻ. അവന്റെ പിന്നാലെ അവനുള്ളവർ, അവരൊക്കെ എങ്ങനെയായിരിക്കണം? അവനോട് അനുരൂപരായിരിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് തന്നിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അവനോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ്. നമ്മൾ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മറ്റ് പലതിലുമായിരിക്കും നമ്മുടെ ശ്രദ്ധ. നമ്മളുടെ ശ്രദ്ധ പലപ്പോഴും നമ്മുടെ ഫോക്കസ് കൊടുക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയാണ്. അതെന്താണ്? ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പതുക്കെ മാറി പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം മറ്റു പലതിലും ചെന്നെത്തുകയാണ്. ചിലർ ഭൗതികമായ നേട്ടങ്ങളുടെ പിറകിലാണ്, മറ്റു ചിലർ ആത്മീക നേട്ടങ്ങൾ എന്ന് പറയുന്ന അനേക കർമ്മങ്ങളുടെയും ക്രിയകളുടെയും പിന്നിലാണ്, മറ്റു ചിലർക്ക് സഭയിൽ മേധാവിത്വം വേണമെന്നാണ്, സഭയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് അതിന്റെ പിറകിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ താൽക്കാലികമാണ്. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സഹോദര എന്താ ഈ പറഞ്ഞ സഭ? ഞാൻ പറയുന്ന സഭ ഇവിടെ കാണുന്ന നമ്മളുടെ കൂട്ടത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഈ ലോക്കൽ അസംബ്ലീസ്, ദൈവത്തിന്റെ സഭ നിത്യത മുഴുവനും ഉണ്ടായിരിക്കും, അതിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ നമ്മൾ ഇന്നിവിടെ കൂടുന്ന ഈ ലോക്കൽ അസംബ്ലീസ്, ഇവിടുത്തെ നേതൃത്വം, ഇവിടുത്തെ നടത്തിപ്പുകൾ, ഇവിടുത്തെ മിനിസ്ട്രീസ്, ഇതൊക്കെ കർത്താവ് വരുന്നത് ഒരു മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിൽക്കും. നല്ലൊരു പങ്കും വിശ്വാസികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? സഭയ്ക്കകത്താണ്. അവിടെ സ്ഥാനങ്ങൾ കിട്ടാൻ, അവിടെ ശുശ്രൂഷകൾ കിട്ടാൻ, പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ വലിയ യുദ്ധമാണ്. എന്താ കാരണമെന്നറിയാമോ? ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. നീ ഈ ലോകത്തിൽ എന്ത് നാമം ധരിച്ചാലും, നീ എത്ര പ്രശസ്തനായാലും, എത്രമാത്രം ഉന്നതനായാലും ദൈവത്തിന് അതൊരു വിഷയമേ അല്ല. ദൈവത്തിന് ഒരു വിഷയമേ ഉള്ളൂ, നീ എത്രമാത്രം തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട്
അനുരൂപനായിട്ടുണ്ട്. അതാണ് ചലഞ്ച്. അതിലപ്പുറത്തൊരു ചലഞ്ചുമില്ല, ഇപ്പുറത്തൊരു ചലഞ്ചുമില്ല കർത്താവിന്. അതിനു വേണ്ടിയാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു തന്നത്. എന്തിനാണ്? നമുക്ക് മുമ്പിൽ മാതൃകാപരമായി ജീവിച്ച ഒരു മർത്യനെ കാണിച്ചു തരാൻ വേണ്ടി, ഒരു മനുഷ്യനെ. ഞാൻ പറഞ്ഞല്ലോ, ആദാം ആ പൊട്ടൻഷ്യൽ ഉള്ളവനായിരുന്നു. പക്ഷെ അനുസരണക്കേടിനാൽ അതവൻ നശിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നത് വരെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചില്ല. ഞാനത് പറയുമ്പോൾ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവഹിത പ്രകാരമുള്ള ഒരു മനുഷ്യനെ പോലെ ജീവിച്ചില്ല. എല്ലാവരും പാപികളായിരുന്നു. എന്നാൽ ഇതാ പരിശുദ്ധനായവൻ വന്ന് മനുഷ്യരുടെ മുമ്പാകെ ഒരു ദൈവഭക്തൻ എങ്ങനെ ജീവിക്കണം, ദൈവത്തിന്റെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി കാണിച്ച് തന്നു. എന്നിട്ട് പിതാവ് പറയുകയാണ്, ഫോളോ ഹിം. മനസ്സിലായോ? അവനെ അനുഗമിക്കുക. ഇതാണ് ബൈബിളിലെ എല്ലാ കമാൻഡ്സിന്റെയും അർത്ഥം. പത്രോസിന്റെ ലേഖനത്തിൽ അവൻ നമ്മൾക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി അതവിടെ എഴുതിയിട്ടുണ്ട്, നാം പിന്തുടരുവാൻ. Whatever he has done, do the same with same attitude. അവൻ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും അവൻ ചിന്തിച്ചതുപോലെ, അവൻ കരുതിയതുപോലെ ചെയ്യുവാനായിട്ടാണ് നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ചിൽ കടന്നു വരുന്നതും സഭയിൽ നിന്ന് ശുശ്രൂഷകൾ പ്രാപിക്കുന്നതും എന്തിനു വേണ്ടിയാ? ഈ ലക്ഷ്യത്തിന് വേണ്ടിയാ. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എക്സോർട്ടേഷൻസ് പ്രാപിക്കുന്നത്. എന്തിനാ? നമ്മുടെ കർത്താവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാ. ഈ ബിഗർ പസിൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള കട്ടകളാണ് നമ്മൾ ഈ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആർ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാനാ ദൈവം നമ്മളോട് പറയുന്നേ? തൻ്റെ പുത്രൻ. വചനം ധ്യാനിക്കണം, ആർ ചിന്തിച്ച് ചെയ്തതുപോലെ? ബാല്യം മുതൽ വചനം പഠിച്ച കർത്താവിനെ പോലെ. കർത്താവിനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ കളങ്കമില്ലാതെ ആരാധിച്ച പുത്രനാണ് നമ്മുടെ മാതൃക. അവൻ സകലത്തിന് മാതൃകയാണ്. സ്നേഹത്തിന് അവൻ മാതൃകയാണ്. താഴ്മയ്ക്ക് അവൻ മാതൃകയാണ്. എല്ലാ ദിവ്യ സ്വഭാവങ്ങൾക്കും അവൻ മാതൃകയാണ്. അവനാണ് ദൈവത്തെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിച്ചത്. അവനെ പോലെ ആയാൽ ആരെ പോലെയാകും? നമ്മള് ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവമക്കൾ എന്ന പദത്തിന്റെ അർത്ഥം നമ്മിൽ യഥാർത്ഥത്തിൽ നിറവേറും. നമ്മൾ പലപ്പോഴും ദൈവമക്കൾ എന്നുള്ള സ്ഥാനം നമുക്കുണ്ടെന്ന് ചിന്തിച്ചു നടക്കുന്നവരാണ്. അത് സത്യവുമാണ്. പക്ഷേ ആ ദിവ്യ സ്വഭാവം നമ്മളിൽ പ്രദർശിപ്പിക്കപ്പെടാത്തിടത്തോളം ആ വാക്ക് യഥാർത്ഥത്തിൽ നമ്മൾ അർത്ഥവത്താക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ വ്യാജം പറഞ്ഞാൽ, നുണ പറഞ്ഞാൽ, ഞാൻ ദൈവമകൻ എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. കാരണം നമ്മുടെ പിതാവ് അവനിൽ ഇരുട്ടൊട്ടും ഇല്ലാത്തവനാ. അവൻ വ്യാജം പറയുന്നവനല്ല. അങ്ങനെ തന്നെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലായോ? അപ്പൊ നമുക്ക് തോന്നും, ഇത് ശരിയാ സഹോദര, ഞങ്ങൾക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളെ കൊണ്ട് നടക്കുന്നില്ലല്ലോ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ദൈവം അതിനുള്ള പരിഹാരവും തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനും ഒരു ഒഴികഴിവ് നമുക്ക് ഇല്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങ് വായിക്കാം. അപ്പൊ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി പാപമില്ലാത്ത പരിപാവനനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി അയച്ചത്? നാം പുത്രത്വം പ്രാപിക്കേണ്ടത്. അഥവാ നമ്മൾ ദൈവമക്കൾ എന്നുള്ള സ്ഥാനം നശിപ്പിച്ചു കളഞ്ഞവരാണ് ഏദൻ തോട്ടത്തിൽ. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാൻ, അത് നമുക്ക് പിന്നെയും തിരികെ തരുവാൻ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, സ്തോത്രം പറയണം. എന്താ കാരണം എന്നറിയോ? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ തിരിച്ചു കിട്ടി. അതിന് ഒരേ ഒരുത്തനെയാ കാരണക്കാരൻ, കർത്താവായ യേശു ക്രിസ്തു. അവൻ പുത്രത്വം തിരിച്ചു തന്നു നമുക്ക്. 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ദൈവം എന്ത് ചെയ്തെന്നാ? നിങ്ങൾ മക്കളാകൊണ്ട്, സ്ഥാനപരമായി നമ്മളെ മക്കളാക്കി ദൈവം പുത്രനിലൂടെ. എന്നിട്ട് എന്ത് ചെയ്തെന്നാ? നിങ്ങൾ മക്കളാകൊണ്ട്
അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ, ആ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്ക് തന്നിരിക്കുന്നത് പുത്രന്റെ സെയിം സ്പിരിറ്റാണ്. പറഞ്ഞു മനസ്സിലായോ? സെയിം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, പുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പിതാവിനെ പ്രസാദിപ്പിച്ചുവോ അത് സമ്പൂർണമായി ചെയ്യുവാനുള്ള എൻജിൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? എൻജിനെന്ന് ഞാൻ പറഞ്ഞാൽ ദൈവാത്മാവിനെയാണ് ഞാൻ കുറിക്കുന്നത്. നമ്മൾ പുത്രനെ പോലെ തന്നെ നടക്കുവാൻ, പുത്രനെ പോലെ സംസാരിക്കുവാൻ, പുത്രനെ പോലെ കാണുവാൻ, പുത്രനെ പോലെ കേൾക്കുവാൻ, പുത്രനെ പോലെ പ്രവർത്തിക്കുവാൻ, പുത്രനെ പോലെ സംസാരിക്കുവാൻ, എല്ലാറ്റിനും മതിയായ അതേ ആത്മാവിനെ വിതൗട്ട് എനി ഓൾട്ടറേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പൊ എവിടെ പ്രശ്നം? പുത്രത്വം നമുക്ക് നൽകി, ദൈവവുമായി നമുക്ക് നിരപ്പ് നൽകി, സ്ഥാനം നൽകി. ദൈവം തൻ്റെ പുത്രന്റെ അതേ ആത്മാവിനെ നമുക്ക് അങ്ങ് തന്നു. ഇനി അനുസരിച്ച് നടക്കാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നീ ഇനി ദാസൻ അല്ല പുത്രൻ അത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. പുത്രന്റെ അവകാശത്തിലേക്കാണ് ദൈവം നമ്മളെ കടത്തി വിട്ടിരിക്കുന്നത്. അതിന് മറ്റൊരു വാക്യം വായിക്കാനുണ്ട്, ഞാൻ പിന്നാലെ വായിക്കാം. പറഞ്ഞു വരുന്നതിന്റെ സാരം, ഈ ഭൂമിയിൽ യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്കും പാപത്തിൽ ജീവിക്കുവാൻ അവകാശം ഇല്ല. അതെന്താ? നിനക്ക് തന്നത് പരിശുദ്ധനായ പുത്രന്റെ ആത്മാവിനെയാണ്. അപ്പൊ ഞാൻ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഡെലിബറേറ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വളരെ മനഃപൂർവമായിരിക്കുന്ന പ്രവൃത്തിയാണത്. അതെന്താ? എന്നിലുള്ള ദൈവാത്മാവ് അതിനെ എന്നെ അനുവദിക്കുന്നില്ല. പിന്നെയോ ഞാനത് ചെയ്യുകയാണ്. ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ കർത്താവ് എന്ന് ഞാൻ വായ്കൊണ്ട് ഏറ്റു പറയുന്നുണ്ടെങ്കിലും കർത്തൃത്വത്തെ സമ്പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. പകുതി പകുതി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കർത്താവ്, കുറച്ചൊക്കെ ഞാൻ. ഇതാണ് നമ്മുടെ കുഴപ്പം. അതുകൊണ്ടാണ് നമ്മൾക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയാതെ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ആർ നോട്ട് എക്വിപ്ഡ്. നമുക്കതിനുള്ള കഴിവ് ദൈവം തരാത്തതുകൊണ്ടല്ല. സ്വപുത്രന്റെ ആത്മാവ്, സ്വന്തം പുത്രന്റെ ആത്മാവ് നമുക്ക് കിട്ടിയാൽ അവനെ പോലെ ജീവിക്കുന്നതിന് പിന്നെ എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. അവനെ പോലെ തന്നെ ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, നമ്മൾക്ക് പറ്റുന്ന പറ്റ് നമ്മളുടെ സ്വയത്തെ നാം വെടിയുന്നില്ല എന്നുള്ളതാണ്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നാം ഉപേക്ഷിക്കുന്നില്ല. അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ദൈവഭക്തി നമ്മളുടെ ഫെയിലാകുന്നത്. അതെന്തിനാണ് ഞാൻ കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ, എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും നമുക്ക്. വൈ വി ആർ നോട്ട് ഗോഡ്ലി പീപ്പിൾ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഉത്തരം നമ്മളിൽ തന്നെ കിടക്കുന്നത്, ദൈവത്തിൻ്റെ കൈകളിലല്ല. നമ്മൾ എത്ര കടന്ന് കരഞ്ഞാലും അനുസരണക്കേടുള്ളിടത്തോളം ദൈവഭക്തനായിരിക്കാൻ നമ്മൾക്ക് കഴിയുകയില്ല. ഓ കർത്താവെ, എന്നെ അങ്ങ് വിശുദ്ധനാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ വിശുദ്ധനാവില്ല. We need to dedicate ourselves to God. ദൈവത്തിനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. കർത്തൃത്വത്തെ നാം ശരിയായി മാനിക്കണം. അതിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരും, കർത്തൃത്വത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ പറയുക, കർത്താവ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ് അർത്ഥം. യജമാനന്റെ മുമ്പിൽ ഞാൻ ഭയമുള്ളവൻ ആയിരിക്കണം. ഞാൻ പുത്രനാണ്, അത് ശരിയാണ്. പക്ഷേ എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു ദാസൻ യജമാനനോട് എങ്ങനെയെന്ന പോലെ തന്നെ ആയിരിക്കണം. ഭയമുണ്ടായിരിക്കണം. ഈ ഭയമില്ലാത്തത് കൊണ്ടാണ് വല്ലപ്പോഴൊക്കെ ഒരു നുണവായാലും കുഴപ്പമില്ല, ആവശ്യമില്ലാത്തിടത്തേക്ക് കണ്ണൊന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല,
എന്തെങ്കിലും സ്ഥാനത്തിനൊക്കെ വേണ്ടി എല്ലാവർക്കും ഒന്ന് പണി കൊടുക്കുക, അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പോയി കരയുക, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ ഫൂൾ ചെയ്യാൻ പറ്റുകയില്ല. ദൈവം നമ്മുടെ ഉള്ളാണ് നോക്കുന്നത്. ദൈവത്തെ പറ്റിക്കാമെന്നൊന്നും നമ്മൾ കരുതണ്ട. നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിനെയും ദൈവം തൂക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള കളികൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. മറിച്ച് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അതെന്താണ്? ആരെ ഞാൻ സേവിക്കും? ആ ഡിസിഷൻ എടുക്കണം. ദൈവത്തെയാണോ ഞാൻ സേവിക്കാൻ പോകുന്നത്, അത് എന്നെ തന്നെയാണോ സേവിക്കാൻ പോകുന്നത്? ഈ തീരുമാനം നമ്മൾ അൾട്ടിമേറ്റായിട്ട് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. കർത്തൃത്വമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നീ കൊടുത്താൽ ദൈവം ബാക്കിയുള്ള കാര്യം ചെയ്യാൻ ദൈവാത്മാവിനെ നമ്മളിൽ തന്നിട്ടുണ്ട്. ആരുടെ ആത്മാവിനെ? സ്വന്തം പുത്രന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ഞാൻ പറയാം, പാപത്തോട് നോ പറയാൻ ദൈവത്തിന്റെ ഭക്തനായി ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. മറിച്ച് ചെയ്യാനാണ് പണി മുഴുവൻ. അപ്പൊ അത് പറയുമ്പോൾ ഈ സഹോദരൻ, ഷോണി സഹോദരൻ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെയാ പറ്റുക? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാലത്ത് ഈ സ്ട്രഗിൾ ഉണ്ടായിരുന്ന മനുഷ്യനാ. ഏത് സ്ട്രഗിള്? ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയുന്ന കാര്യത്തിൽ വളരെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാ. അനേക വർഷങ്ങൾ ഞാൻ ഇതിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചാൽ, ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കും അടുത്ത വീഴ്ച വരും. ഗ്രാഫ് ഞാൻ അങ്ങനെ ഒരു ഗ്രാഫിനെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു താഴ്ച വരും, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എഴുന്നേറ്റ് കുറച്ചുകൂടെ ഓടും, ദാ കിടക്കും, പിന്നെ എഴുന്നേൽക്കും, പിന്നെ ഓടും, പിന്നെയും കിടക്കും. ഇതായിരുന്നു എൻ്റെ ജീവിതം. വീണും എഴുന്നേറ്റും ഓടുന്ന ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നു എൻ്റേത്. അതെന്താ അങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ, എൻ്റെ ഫോക്കസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സഭയിൽ കുറേ ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആത്മീകനാണ്. പൊതുവെ അങ്ങനെയാണല്ലോ നമ്മളെക്കുറിച്ച് പറയാം. എല്ലാ ശുശ്രൂഷകളിലും പങ്കാളിയാണെങ്കിൽ നല്ല ആത്മീകനാണ്. അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്നാൽ എന്നെ കുറിച്ചിട്ടുള്ള ദൈവേഷ്ടം എൻ്റെ കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരണം എന്നുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എൻ്റെ കുറവ് ഞാൻ ശരിക്ക് മനസ്സിലാക്കിയത്. ഞാൻ ഈ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എന്നിൽ നിന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവൃത്തികളാൽ അവനെ പ്രസാദിപ്പിക്കുകയല്ല, പിന്നെയോ അവനെ പോലെ ആയിത്തീരുന്നതിലാണ് അവൻ്റെ പ്രസാദമുള്ളത്. ഇതാണ് ദൈവഭക്തി. അത് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഫോക്കസ് മാറി. ഇനി കേവലം കുറെ പ്രവൃത്തികളല്ല എന്നെ ദൈവസന്നിധിയിൽ ഞാനാക്കുന്നത്, പിന്നെയോ ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിനെ പോലെ ആണ് എന്നുള്ളതാണ്. ഈ മാറ്റം സംഭവിച്ചപ്പോൾ പിന്നെ പാപത്തിന് എൻ്റെ മേൽ സ്വാധീനമില്ലാതെയായി. അതെന്താ? പാപത്തിന് എൻ്റെ മേൽ സ്വാധീനമില്ല. കാരണം എൻ്റെ ടാർഗറ്റ് മാറി. എൻ്റെ ടാർഗറ്റ് കുറച്ച് പ്രവൃത്തികളല്ല. പിന്നെ എൻ്റെ ടാർഗറ്റ് എന്താണ്? എൻ്റെ കർത്താവിനെ പോലെ എനിക്ക് ആയിത്തീരണം. അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കണം, അവൻ കണ്ടതുപോലെ കാണണം, അവൻ കേട്ടതുപോലെ കേൾക്കണം, അവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണം, അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കണം. ആ ടാർഗറ്റ് വന്നപ്പോൾ പാപത്തിന് എന്നിൽ സ്ഥാനമില്ല, ഫാന്റസികൾക്ക് എന്നിൽ സ്ഥാനമില്ല. എൻ്റെ കണ്ണുകൾ ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല. കാരണം എനിക്കൊരു നിയമമുണ്ട്. ഈ നിയമം യോബിനുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്തിരിക്കുന്നു. പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എൻ്റെ കണ്ണിനോടൊരു നിയമം ഞാൻ ചെയ്തു. എൻ്റെ കർത്താവിനെ പോലെ ആയിരിക്കണം എൻ്റെ കണ്ണ്. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്തടത്തേക്ക് പോകാൻ പറ്റില്ല. ഈ നിയമം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ പാപത്തെ ജയിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഐ നോ വെൻ ഐ ആം ഫോളിങ്. എനിക്കറിയാം ഞാൻ എപ്പോഴാണ് വീഴുന്നത് എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ജാഗരൂകനായി എഴുന്നേറ്റ് എൻ്റെ കർത്താവിനോട് ഞാൻ അപേക്ഷിക്കും, അതേ കർത്താവേ, ഞാൻ നിന്നെ പോലെ ആകണം. എൻ്റെ രാവിലത്തെ പ്രാർത്ഥന അതാണ്. കർത്താവേ, ഞാൻ നിന്നെ പോലെ ആയിരിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വസ്തുത. ഇനിമേൽ പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല. റോമാലേഖനം 6 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല. ഹി കനോട്ട് റൂൾ എനിമോർ. കാരണം എൻ്റെ കർത്തൃത്വം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഒരു മാറ്റം അവിടെ ശരിക്ക് നടന്നു. ഇതാണ് നമുക്ക് ആവശ്യം.
എൻ്റെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും ത്രൂ ഔട്ട്. പക്ഷെ നിങ്ങളുടെ ഹൃദയം കൃത്യമായ ദൈവസന്നിധിയിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ, കർത്താവിനെ പോലെ ആകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, പിശാചിന് നിങ്ങളുടെ മേലുള്ള സ്വാധീനം കുറഞ്ഞു വരും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവന് നിങ്ങളുടെ മേൽ സ്വാധീനം ഉണ്ടാകുകയില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മേൽ പാപത്തിന് സ്വാധീനം കുറഞ്ഞു വരും. നിങ്ങൾ ജയാളികളായി തീരും. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നത്, ഇതിലൊക്കെയും നാം ജയം പ്രാപിക്കുന്നു. ആർ മുഖാന്തരം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ മുഖാന്തരം നമുക്ക് ജയമുണ്ട് പ്രിയമുള്ളവരെ. ഈ സത്യം വിശ്വാസികൾ അറിഞ്ഞിരിക്കണം. ലക്ഷ്യം തെറ്റരുത്. ഈ ലക്ഷ്യം നമ്മുടേത് തെറ്റരുത്. അത് സെറ്റ് ചെയ്യേണ്ടടുത്ത് സെറ്റ് ചെയ്തോളണം. അല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ലോകത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് നമ്മളെ നിലനിർത്തുകയില്ല. സഭയിൽ ചില കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നിലനിർത്തുകയില്ല. മിനിസ്ട്രീസ് ആണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ നിലനിർത്തുകയില്ല. എന്നാൽ എൻ്റെ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ അത് എന്നെ എന്നേക്കും നിലനിർത്തുന്ന സത്യമായിരിക്കും. കാരണം അവൻ മാത്രമാണ് മാറ്റമില്ലാത്തവൻ. ഹി നെവർ ചേഞ്ചസ്, ഹി സ്റ്റാൻഡേർഡ് നെവർ ചേഞ്ചസ്. അവനാണ് നമ്മുടെ ലക്ഷ്യം. അവനെ പോലെ ആയിത്തീരണം. ഇതാണ് നമ്മൾ മുമ്പേ വായിച്ച വാക്യം പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. ഞാൻ അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനോട് അനുരൂപനാകണം, അവൻ്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിക്കണം. ഇതിൻ്റെയൊക്കെ അർത്ഥം അതാണ് പ്രിയമുള്ളവരെ. ആ കാഴ്ചപ്പാടായിരുന്നു അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കഷ്ടത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. അതെന്താ? കഷ്ടതയുടെ മധ്യേയും അവർ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ കഷ്ടത സാരമില്ല എന്നെണ്ണാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. ലക്ഷ്യം കറക്റ്റ് ആണെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനും പിന്നെ നമ്മളെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്, ഇതിലൊക്കെയും ഞാൻ ജയം പ്രാപിക്കുന്നു, നമ്മൾ ജയം പ്രാപിക്കുന്നു. അതാണ് അതിൻ്റെ സീക്രട്ട്. അതുകൊണ്ട് നമ്മൾ അതൊരിക്കലും മറന്നു പോകാനിടയാകരുത്. അതുകൊണ്ട് ദൈവമക്കൾ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന പദ്ധതി. മനസ്സിലായല്ലോ? ഈ സഭ എന്ന സംവിധാനം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്. തെറ്റിദ്ധരിക്കരുത്. ദൈവമക്കളെ പുത്രന്റെ സ്വരൂപത്തിൽ മോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ദൈവസഭ. അത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേണ്ട വളർച്ച പ്രാപിക്കുകയില്ല. പക്ഷേ ഇതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സഭ ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അതിൽ തട്ടിത്തടഞ്ഞ് വീണ് കിടക്കുന്ന കുറെ പേരുണ്ട്. ലക്ഷ്യം തെറ്റിപ്പോയി. അതിൽ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി, മാനങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കാതെ എതിരാളിയുടെ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന അനേകരെ ഞാൻ എൻ്റെ ജീവകാലത്തിൽ കണ്ടിട്ടുണ്ട്. ലക്ഷ്യം തെറ്റിപ്പോയി. നോ, നമ്മൾ ഈ ഭൂമിയിൽ ആരുമല്ല എന്ന് കരുതിക്കോ, ഏറ്റവും അപ്രശസ്തനാണെന്ന് കരുതിക്കോ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ഇമേജ് എൻ്റെ മേലെ ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ദൈവസന്നിധിയിൽ വലിയവൻ. അതെന്താ? കർത്താവ് അതാ നോക്കുന്നത്. കർത്താവിന് കുറെ മിനിസ്ട്രിയുടെ നമ്പേഴ്സ് അല്ല ആവശ്യം. അതൊന്നും വേണ്ടെന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ വേണം. ഭക്തൻ അതൊക്കെ ചെയ്യും. അവൻ വിജയിക്കുന്നവനായിരിക്കും, വിജയാളിയായിരിക്കും. അവൻ്റെ മിനിസ്ട്രിയും വിജയിക്കും. കാരണം അതിനെ വിജയിപ്പിക്കാൻ ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അതല്ല അവൻ്റെ ലക്ഷ്യം. അവൻ ദൈവത്തെയാണ് ഒന്നാമത് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് മറ്റെല്ലാത്തിലേക്ക് അവൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം നോക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിലപിക്കുന്നത്, ഭക്തന്മാർ മനുഷ്യരുടെ ഇടയിൽ കുറഞ്ഞു പോകുന്നു. ഭക്തന്മാരുടെ കുറവാണ് കുറവ്. അതെന്താ? ഒരു ഭക്തന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ളതാ. ഒരു ഭക്തന്റെ പൊട്ടൻഷ്യൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ മതിയായതാ. അത് നമ്മൾ മനസ്സിലാക്കണം.
ഒരുപാട് പേരേക്കാൾ ഒരു ഭക്തന് അനേക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ വീണ്ടും ജനിക്കുന്ന നാൾ മുതൽ ദൈവം, സ്വർഗത്തിലെ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? തൻ്റെ പുത്രന്റെ ഇമേജ് അവന്റെ മേൽ ഉളവാകുവാനായിട്ട്. അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് സാമ്യമുള്ളവനായി തീരുവാൻ അവനെ പണിതുകൊണ്ടിരിക്കുകയാണ്. എഫേസ്യർ 2:10 നമുക്ക് വായിക്കാം. നാം അവന്റെ കൈപ്പണിയായി. ആദ്യത്തെ മനുഷ്യനായ ആദമിനെ ദൈവം കൈകൾ കൊണ്ടാണ് മെനഞ്ഞത്, അല്ലേ? അത് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇപ്പതാ ദൈവം കൈപ്പണിയായി മറ്റൊരു സൃഷ്ടികളെ ഉണ്ടാക്കുകയാണ്. അറിയാണ് നമ്മളെ ഓരോരുത്തരെയും കൈപ്പണിയായി. ആ പദമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാ. നമ്മളെ ഓരോരുത്തരെയും ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും കൈപ്പണിയായിട്ടുണ്ടാക്കുക. യുണീക്ക്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയാം, ഓരോരുത്തരും യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞ അർത്ഥം അറിയാലോ. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. സത്യമാണല്ലോ, അല്ലേ? എൻ്റെ റെറ്റിനയെ പോലെ വേറൊരുത്തിന് റെറ്റിന ഇല്ല. എൻ്റെ കൈവിരലിലെ ഇംപ്രഷനെ പോലെ വേറൊരുത്തിന് ഇംപ്രഷൻ ഇല്ല. ദൈവം അങ്ങനെ എല്ലാവരെയും ഉണ്ടാക്കിയിരിക്കുന്നത്. വി ആർ യുണീക്ക്. അത് ദൈവത്തിൻ്റെ കഴിവാണ്. നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്ക് പറ്റാറുള്ള ഒരു പ്രശ്നമാണത്. ആ പിള്ളേർ അങ്ങനെയാ, എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ, എൻ്റെ പ്രിയമുള്ളവർ അങ്ങനെ ചിന്തിക്കരുത്. ആ മോളല്ല നിങ്ങളുടെ കിട്ടിയ മോൾ അല്ലെങ്കിൽ മോൻ. യുവർ സൺ ഓർ ഡോട്ടർ ഈസ് യുണീക്ക്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവർ മറ്റവരെ പോലെ ആകണമെന്ന് ചിന്തിക്കരുത്. ദാറ്റ് ഈസ് ടോട്ടലി റോങ്. അങ്ങനെ ചിന്തിക്കരുത്. ദൈവം നമ്മളെയൊക്കെ യുണീക്കായിട്ടാണ്, കൈപ്പണിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. സൽപ്രവൃത്തികൾക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. കൈപ്പണിയായിട്ട് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സൽപ്രവൃത്തികൾക്കായിട്ട്. അതിനായിട്ട് ദൈവം നമ്മെ മുന്നൊരുക്കിയതാണ്. എന്ന് പറഞ്ഞാൽ എന്നൊരുക്കിയതാണ്? ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. ഈ ലോകം സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പ് ദൈവത്തിൻ്റെ ഇംപ്രഷൻ എടുക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. 2 പത്രോസ് 1:4. 2 പത്രോസ് 1:4 പറയുന്നത് എന്താണ്? എഫേസ്യർ 2:10 പറഞ്ഞു, ദൈവം കൈപ്പണിയായിട്ട് നമ്മെ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിച്ചതാണ്. ക്രിസ്തു യേശുവിൽ. ഇവിടെ പറയുന്നത് അവയാൽ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു എന്നുള്ള വാക്യം മേളിലൂടെ കൂടെ വായിച്ചാൽ അത് മനസ്സിലാവും. എന്നിട്ട് പറയാം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ, ഈ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ, ശ്രദ്ധിക്കുക, ആ പോയിന്റ് ശ്രദ്ധിക്കണം, നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇപ്പൊ നമ്മളുടെ പർപ്പസ്, സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ കണ്ടു. ഇവിടെ വായിക്കുക, നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയി തീരണം. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം, ഡിവൈൻ നേച്ചർ. അതാണ് നമ്മുടെ പർപ്പസ്, വിളിയുടെ ഉദ്ദേശ്യം. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കട്ടെ. ആ ലക്ഷ്യം ദൈവത്തെ പോലെ നമ്മളായി തീരണം. സമം ക്രിസ്തുവിനെ പോലെ നമ്മളായി തീരണം. അവനെ നോക്കണം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം ഏറ്റുപറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കണം. അവനെയാണ് നോക്കേണ്ടത്. അതെന്താ അവനെ നോക്കണം? അവൻ്റെ ക്യാരക്ടറാണ് നമ്മളിലേക്ക് പകർത്തേണ്ടത്. അവൻ ചെയ്തതുപോലെ നാം ചെയ്യുവാൻ, അങ്ങനെയാണ് ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളുടെ നേർപ്രതിഫലനങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ ഇമേജിൽ അനേക മക്കളെ ഉണ്ടാക്കുക എന്ന പ്രക്രിയയിലാണ് ദൈവം ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ ഈ ക്ലോണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ക്ലോണിങ് വാസ്തവത്തിൽ ദൈവമാണ് ക്ലോണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്പെസിമൻ ഉണ്ടാക്കി. ആരാണ് സ്പെസിമൻ? കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ട് ദൈവാത്മാവ്, അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നു. എന്നിട്ട് അവൻ്റെ ദിവ്യ സ്വഭാവത്തെ നമ്മളിലേക്ക്
നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അതാ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹി ഈസ് ക്ലോണിങ് ഹിസ് സൺ ഇൻ ടു അസ് സോ ദാറ്റ് വി മേ ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കളായിട്ട് നാം തീരേണ്ടതിന് തൻ്റെ പുത്രന്റെ ദിവ്യ സ്വഭാവങ്ങളെ ദൈവം നമ്മളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകേണ്ടത് ആവശ്യമായി തീരണം. അങ്ങനെ നാം യേശുക്രിസ്തുവിന്റെ മന്ദിരങ്ങളായി, യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന മന്ദിരങ്ങളായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എബ്രായർ 1:3 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു, അവന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ തത്വത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്, തത്വത്തിന്റെ മുദ്രയാണ്. ഈ രണ്ട് വാക്കുകൾ എടുത്താൽ തേജസ്സിന്റെ പ്രഭ പിന്നെ ഇവിടെ മനസ്സിലാവും. തത്വത്തിന്റെ മുദ്ര ഒരാൾക്കും സാധാരണ മനസ്സിലാവില്ല. കാരണം മലയാളത്തിൽ ആ പദം വായിച്ചാൽ ഒന്നും കാര്യമായിട്ട് മനസ്സിലാവില്ല. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ചെറുതായിട്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമെങ്കിൽ പോലും. തേജസ്സിന്റെ പ്രഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, ട്യൂബിൽ അത് കാണില്ല, മറ്റേ സാധാരണ ലൈറ്റിലാണ് അത് കാണുക, സ്റ്റാർ പോലെ കാണാം. അങ്ങനെ ആ ബ്രൈറ്റ്നെസ് ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് അത് വെട്ടിത്തിളങ്ങും. ആ വെട്ടിത്തിളങ്ങുന്ന ഭാഗത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തേജസ്സിന്റെ പ്രഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ്സിനെ വെട്ടിത്തിളങ്ങുന്ന പോലെ കാണിച്ചവനാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. അതാണ് ഒന്നാമത്തെ പദം, തേജസ്സിന്റെ പ്രഭ. രണ്ടാമത്തെ പദം തത്വത്തിന്റെ മുദ്ര. അതിന്റെ അർത്ഥം എക്സ്പ്രസ് ഇമേജ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ രൂപത്തെ അതിന്റെ എല്ലാ ബ്യൂട്ടിയോടും കൂടെ, എല്ലാ പെർഫെക്ഷനോടും കൂടെ മനുഷ്യർക്ക് കാണിച്ചു തന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് തത്വത്തിന്റെ മുദ്ര എന്ന പദത്തിന്റെ അർത്ഥം. ഇത് രണ്ടും അവനിലാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നാം അവനെ ഫോളോ ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളത്. 1 യോഹന്നാൻ 3:2 അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. നമ്മൾ അൾട്ടിമേറ്റ്ലി കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മളിൽ വരാനുള്ള മാറ്റം, അല്ലെങ്കിൽ നമ്മൾ ആയിത്തീരാൻ പോകുന്നത് അവനോട് സാദൃശ്യമുള്ളവർ ആയിത്തീരും. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വിളിച്ചിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരാൻ പോകുന്നു. ഇതാണ് നമ്മുടെ വിളി. അപ്പൊ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ട്. എന്താണ് കർത്താവേ നീ ചെയ്യുന്നത്? ഞങ്ങളെ ഇങ്ങനെ നിന്റെ പുത്രനെ പോലെയാക്കി തീർക്കുന്നത് എന്തിനാണ്? അതിന് കാരണമുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരും, നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എല്ലാ വിശ്വാസികളും വീണ്ടും ജനന നാളും മുതൽ സ്ഥാനപരമായി ദൈവമക്കളാണ്. പക്ഷേ പ്രായോഗികമായി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരണം. പ്രാക്ടിക്കലി വി ഷുഡ് ബിക്കം ചിൽഡ്രൻ ഓഫ് ഗാഡ്. അത് നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ദൈവമക്കൾ എന്നുള്ള സ്ഥാനം തന്നു, സ്വപുത്രന്റെ ആത്മാവിനെ തന്നു. ഇനി അത് വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തം ആണ്. ഇതുകൊണ്ടാണ് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നുള്ള ഒരു പദം ബൈബിളിൽ ഉള്ളത്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ രക്ഷ ആത്മരക്ഷയല്ല, പിന്നെയോ നിങ്ങളുടെ വിശുദ്ധീകരണം, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ രക്ഷയുടെ വർത്തമാനകാലം, ആ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതെന്താ? അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ സ്റ്റാർസ് ആയി തീരുന്നത്. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? എല്ലാ ഗ്ലോറിയോടും കൂടെ നമുക്കറിയാം. സിനിമ താരങ്ങൾ, അങ്ങനെയാണ് അവരെ വിളിക്കുക, താരങ്ങൾ. ഈ സ്റ്റാർസ് എന്ന് പറയുന്നതാ. പക്ഷേ ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ ഒരു സ്റ്റാർസിനെ കുറിച്ച്, അല്ലെങ്കിൽ ചില സ്റ്റാർസിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. ആകാശമണ്ഡലത്തിൽ നമുക്ക് വാക്യം ഒന്ന് വായിക്കാം. ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെ, താരങ്ങളെ പോലെ ആയിത്തീരുമെന്ന് ഒരു പദപ്രയോഗം 12-ാം അധ്യായം ദാനിയേൽ 12 3-ാം വാക്യമാണ്. നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. അവരാണ് യഥാർത്ഥ സ്റ്റാർസ്. ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവം അവരുടെ മേൽ പേറിക്കൊണ്ട് നീതിമാൻ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന കർത്താവിന്റെ സാക്ഷികളാണ് യഥാർത്ഥ സ്റ്റാർസ്. അവർ ആണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 3:10 കൂടെ നമുക്ക് വായിച്ച് നമുക്ക് ഈ ചിന്തയ്ക്ക് അവസാനമിടാം. അതെ, അപ്പൊ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്?
രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ പുത്രന്റെ ഇമേജ് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അവന്റെ ഇമേജ് നമ്മളിലേക്ക് കൊണ്ടുവരുക എന്ന് പറഞ്ഞാൽ പുത്രനെ പോലെയുള്ള രൂപം, പ്രവൃത്തി, ചിന്ത അത് നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയാണ്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. സൃഷ്ടിച്ചവൻ, അവന്റെ പ്രതിമ, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതേ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന, ഓരോ ദിവസം ചെല്ലും തോറും പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഇതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മാൻഡേറ്റ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ദൈവമക്കൾ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ഈ കാലഘട്ടത്തിൽ. ദൈവം തൻ്റെ പുത്രനെ പോലെ അനേക മക്കളെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലാണ്. നമ്മൾ അതിനോട് സഹകരിക്കണം. സ്ഥാനപരമായി നമ്മൾ ദൈവമക്കളാണ്. സ്വന്തം പുത്രന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അത് വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിളിച്ചിരിക്കുന്ന കൃത്യം പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തൻ്റെ പുത്രനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് അധ്വാനിക്കാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സഹകരിക്കാം, പ്രബോധിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.